നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് പിള്ള, എന്നോടൊപ്പം രജനി. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനമാണ് അല്ലേ? ചരിത്രത്തെ യുഗമാക്കി മാറ്റിയ ഗുരുദേവന്റെ ജയന്തി വിപുലമായ ആഘോഷം തന്നെയാണ്. നാടെങ്ങും വിപുലമായ ആഘോഷം എന്ന് പറയുമ്പോഴും ഈ വയനാട് പശ്ചാത്തലത്തിൽ പല ആഘോഷങ്ങളും വളരെ ചടങ്ങുകളാക്കി ചുരുക്കിയിട്ടുണ്ട്, ആശ്രമത്തിൽ അടക്കം. എന്തായാലും ഈ ശുഭദിനത്തിൽ എല്ലാവർക്കും ഗുരുദേവ ജയന്തി ആശംസകൾ നേരുന്നു. ഗുരുദേവൻ രചിച്ച വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സമയം തുടങ്ങിയത്. അദ്വൈത ദർശനങ്ങൾ അടിസ്ഥാനമാക്കി 10 ശ്ലോകങ്ങളോടെ രചിച്ച ദൈവദശകം 110 വർഷം മുമ്പാണ് അതായത് ഈ ഗീതം കേരളത്തിൻ്റെ പ്രാർത്ഥനാഗീതമാക്കണമെന്ന ആവശ്യം ഇനിയും കേരള സർക്കാർ ചെവിക്കൊണ്ടിട്ടില്ല. ഈ ശുഭദിനത്തിൽ ദൈവദശകത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. നമുക്കായി ഇത് ആലപിച്ചത് MA മ്യൂസിക് വിദ്യാർത്ഥിനിയും യുവഗായികയുമായ GS അധീന. സംഗീതം പ്രഹ്ലാദൻ, നിർമ്മാണം ജിനേഷ് പനമ്പള്ളി. നമുക്ക് മറ്റു വാർത്തകളും അതുപോലെ തന്നെ ഗുരുദേവനെ കുറിച്ചുള്ള ധാരാളം പാക്കേജുകളുണ്ട്. ഗുരുദേവ സ്മരണയുണ്ട്. 8 മണിക്ക് ഇന്നത്തെ കാലത്ത് കാലാതീതനായ ഗുരുദേവന്റെ ദർശനങ്ങളുടെ പ്രസക്തി എന്താണ്, ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഗുരുദേവൻ വീണ്ടും 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 എന്തുകൊണ്ട് പ്രസക്തനാകുന്നു എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യാനായി നമുക്ക് 2 വിശിഷ്ട അതിഥികൾ എത്തും. കുരുക്ഷേത്ര ചീഫ് എഡിറ്റർ ശ്രീ കാഭ സുരേന്ദ്രനും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസും. നമുക്ക് ആദ്യം ഗുരുദേവൻ്റെ തലക്കെട്ടുകളിലേക്ക് പോകാം. അതിനുശേഷം ഗുരുദേവൻ സംബന്ധിച്ച വാർത്തകൾ, പാക്കേജുകൾ, പിന്നെ ധാരാളം വാർത്തകൾ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുമായിട്ട് വേറെയും കാണാനുണ്ട്. ഏതായാലും പ്രധാന വാർത്തകൾ കാണാം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജയന്തി ദിനം ഇന്ന്. വർക്കല ശിവഗിരിയിലും ചെമ്പഴന്തിയിലും പ്രത്യേക ചടങ്ങുകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോളിളക്കമുണ്ടായതോടെ സർക്കാർ പ്രതിരോധത്തിൽ. ലൈംഗിക ആക്രമണ കേസുകൾ സംബന്ധിച്ച പരാതികളില്ലാത്തതിനാൽ കേസെടുക്കുന്നതിൽ പോലീസിനും ആശയക്കുഴപ്പം. വിവാദ റിപ്പോർട്ടിൽ നിലപാട് പറയാതെ അമ്മയും സിനിമാ സംഘടനകളും. കൊൽക്കത്ത ബലാത്സംഗ കേസിൽ സ്വമേധയാ എടുത്ത കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കും. സംസ്ഥാനത്തെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ ഇന്ന് രാഷ്ട്രപതിയെ കാണും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും ഗവർണർ CV ആനന്ദ ബോസ് കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധവും തുടരുന്നു. ജസ്ന തിരോധാന കേസിൽ നേരറിയാൻ CBI. പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ അന്വേഷണ സംഘം ഇന്ന് മുണ്ടക്കയത്ത്. ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ മൊഴിയെടുക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും പോംവഴി കണ്ടെത്താനാകാതെ സംസ്ഥാന സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് ഉത്സവബത്തയും ബോണസും നൽകാൻ പോലും ഖജനാവിൽ പണമില്ല. സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കടുപ്പിക്കുമെന്ന് സൂചന. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്നലെ കേരളത്തെ അതുപോലെ തന്നെ സിനിമാ ലോകത്തെ ആകെ തന്നെ, പ്രേക്ഷക ലോകത്തെ, ആസ്വാദക ലോകത്തെ, സിനിമാ പ്രേമികളെ ഒക്കെ നാട്ടിലും മറുനാട്ടിലും എല്ലായിടത്തും ചർച്ച ഒരേ ഒരു വിഷയം അല്ലേ? താരാരാധകരൊക്കെ തന്നെ ഈ ഉടഞ്ഞു വീഴുന്ന വിഗ്രഹങ്ങൾ കണ്ട് നടങ്ങി നിൽക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. 4.5 വർഷം പുറം ലോകം കാണാത്ത റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് സിനിമാ പ്രവർത്തകർ പറയുമ്പോഴും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. അതേസമയം പോഷ് ആക്ട് പ്രകാരമുള്ള പരാതി പരിഹാര കമ്മിറ്റികൾ ഷൂട്ടിംഗ് സീറ്റുകളിൽ ഉറപ്പുവരുത്തണമെന്ന് കേരള വനിതാ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു.
4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തു വന്നത്. സിനിമാ മേഖലയിലെ അരാജകത്വവും നടിമാർ നേരിടുന്ന കൊടിയ ലൈംഗിക ചൂഷണവും അടക്കം റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സെറ്റുകളിലെ അസമത്വം മുതൽ സെറ്റുകളിൽ നടിമാർ നേരിടുന്ന ലൈംഗികാതിക്രമവും മൊഴികളായി റിപ്പോർട്ടിലുണ്ട്. കൂടാതെ ചില പ്രമുഖ നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരും ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കണ്ടെത്തിയതോടെ ഞെട്ടലോടെയാണ് റിപ്പോർട്ടിനെ സിനിമാ മേഖല കാണുന്നത്. ഒഴിവാക്കിയ പേജുകൾക്ക് പുറത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്കും ചലനങ്ങൾക്കുമാകും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വഴിവെക്കുക. പലരും റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺക്ലേവ് നടത്തി സിനിമ സീരിയൽ മേഖലയിലെ പ്രതിനിധികളുമായി വിഷയം കാര്യമായി പരിശോധിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ രംഗത്ത് നടമാടുന്ന ഒട്ടേറെ തെറ്റായ പ്രവണതകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയും പറയുന്നു. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോഷ് ആക്ട് പ്രകാരമുള്ള പരാതി പരിഹാര കമ്മിറ്റികൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ ശുപാർശയും ചെയ്യുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ഗുരുതര ലൈംഗിക അക്രമങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അടയിരുന്നത് 4.5 വർഷം. സ്വമേധയാ കേസെടുക്കാവുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചത്. തുടർ നടപടികൾക്ക് ഇരകൾ പരാതി നൽകണമെന്ന സർക്കാർ നിലപാട് പ്രമുഖരെ സംരക്ഷിക്കാനെന്നും വിമർശനം ഉയരുന്നുണ്ട്. 2019 ഡിസംബർ 31-നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത്. പിന്നീട് 4.5 വർഷങ്ങൾ കഴിഞ്ഞ് 2024 ഓഗസ്റ്റ് 19-നാണ് റിപ്പോർട്ടിലെ കുറേ ഭാഗങ്ങളെങ്കിലും വെളിച്ചം കണ്ടത്. അതും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ നടത്തിയ വിവരാവകാശ പ്രവർത്തനങ്ങളുടെ ഫലമായി. പ്രമുഖ നടന്മാരടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇന്നും കാണാമറയത്താണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ 4.5 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിയതെന്തിനെന്ന് ചോദിക്കാതെ വയ്യ. ലൈംഗികാതിക്രമ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുണ്ടെന്ന അറിവ് കിട്ടിയാൽ FIR ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. മൊഴികളുടെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ പോലീസിന് കഴിയും. പുതുമുഖ നടികളടക്കം കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാകുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ പോക്സോ അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു. റിപ്പോർട്ടിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമെന്ന് സാരം. പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് തന്നെ സിനിമാ മേഖലയിൽ ഗുരുതര ലൈംഗിക അതിക്രമങ്ങൾ പതിവെന്ന് വ്യക്തം. ഹോട്ടൽ മുറിയുടെ വാതിൽ മുട്ടുന്ന നടന്മാരും കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സംവിധായകരും പ്രൊഡ്യൂസർമാരും ചൂഷണത്തിന് ശ്രമിച്ചയാളെ ആലിംഗനം ചെയ്യുന്ന സീനിന് 17 റീടേക്കുകൾ, പരാതിപ്പെട്ടാൽ ബലാത്സംഗ ഭീഷണി, നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന വെളിപ്പെടുത്തൽ. സർക്കാർ മൗനം പാലിച്ചിരിക്കുന്നത് നിസ്സാര കാര്യങ്ങളിലല്ലെന്ന് വ്യക്തം. ചന്ദ്രനെ പോലെ തിളക്കമല്ലാത്ത താരങ്ങളുടെ മുഖം മൂടികൾ പിച്ചി ചീന്തപ്പെടാൻ വൈകുന്നതിന് കാരണം കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. വിവിനീഷ്, ജനം, തിരുവനന്തപുരം. 4.5 വർഷം അല്ലേ? ഈ റിപ്പോർട്ട് ഈ കമ്മിറ്റി നിയോഗിച്ചത് എന്തിനാണ്? ഈ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കേണ്ട നടപടികൾ എന്താണ്? ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർ അല്ല ഭരണത്തിലിരിക്കുന്നത്. പക്ഷേ 2019 4.5 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വർഷം കൃത്യമായിട്ട് പറയണം. നടിയെ ആക്രമിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നതും 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ ഈ പറയേണ്ടത് ഇത്രയും കാലം എന്തുകൊണ്ട് പൂഴ്ത്തി വച്ചു എന്നുള്ളൊരു കാര്യം. ഏറ്റവും ഒടുവിൽ പോലും എങ്ങനെ പുറത്ത് വിടാതിരിക്കാം എന്നുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു സർക്കാർ. ഏറ്റവും ഒടുവിൽ നടി രഞ്ജിനി ഒരു കേസ് കൊടുത്തു, അത് സിംഗിൾ ബെഞ്ച് തള്ളി, അപ്പോഴും പുറത്തു വിട്ടില്ല. അപ്പം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി, അതിൻ്റെ വിധി വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം ബ്യൂറോ ചീഫ് വിനീഷ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. വിനീഷ്, ഞങ്ങളിവിടെ പറഞ്ഞത് വിനീഷ് കേട്ടു എന്ന് കരുതുന്നു. ഏതായാലും എങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാം, എങ്ങനെ ഇതിന്മേൽ നടപടി എടുക്കാതിരിക്കാം? തൊട്ടു മുമ്പ് വിനീഷ് തന്നെ തയ്യാറാക്കിയ പാക്കേജിൽ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കാവുന്ന ധാരാളം ആരോപണങ്ങൾ ഇതിലുണ്ട്.
ഇതിനെല്ലാം ഒടുവിൽ ചെയ്തത് എന്താണ്? പേരുകളെല്ലാം മറച്ചു വെച്ചിട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. ഒരു പ്രമുഖ 15-അംഗ സംഘം, മാഫിയ, പവർ ഗ്രൂപ്പ് ഇതൊക്കെ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായിട്ട് വരുന്ന ഒരു ചോദ്യം, അതുകൂടി ഞാൻ വിനീഷിന്റെ മുന്നിൽ വയ്ക്കുകയാണ്. ഇരകളുടെ പേര്, വ്യക്തിത്വം, ഐഡന്റിറ്റി, ചിത്രം, കുടുംബ പശ്ചാത്തലം, ഇരയെ തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ അതിജീവിതയെ തിരിച്ചറിയാവുന്ന ഒരുവിധ വിവരങ്ങളും പുറത്തുവിടരുത്. അത് മാധ്യമങ്ങളടക്കം പാലിക്കുന്ന ഒരു ധർമ്മമാണ്. ഇവിടെ വേട്ടക്കാരുടെ പേരുകൾ എന്തിനു മറച്ചു വെച്ചു? വേട്ടക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മടിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. വിനീഷ്. തീർച്ചയായിട്ടും പ്രദീപുള്ള, രജനി, ഗുഡ് മോർണിംഗ്. വളരെ കഴിഞ്ഞ ദിവസം തന്നെ ജനങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നമുക്ക് റിപ്പോർട്ടിന്റെ ആ ഒരു റിപ്പോർട്ട് പുറം ലോകത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സിനിമാ ലോകത്ത് നമ്മൾ നേരത്തെയൊക്കെ എന്തൊക്കെയാണോ കേട്ടിരുന്നത് അതിന് സമാനമായ സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ ഉടനീളം വ്യക്തമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 ഡിസംബർ 31-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് ഹേമ കമ്മിറ്റി കൈമാറുന്നത്. ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ തന്നെ സർക്കാരിന് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക്, സിനിമാ മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനും സർക്കാരിന് അതിന്റെ തുടർ നടപടികളും FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനവുമുണ്ട്. വളരെ രഹസ്യാത്മകമായി, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രഹസ്യാത്മകമായി ഇരയുടെ പേര് പുറത്തു പറയാതെ തന്നെ ആരാണ് ഇതിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നത്, ആ വ്യക്തിക്കെതിരെ കൃത്യമായ നടപടി പോലീസിന് എടുക്കാനുള്ള, സ്വമേധയാൽ കേസെടുക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനുമുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പോലീസും ഇത്രയും കാലം ഈ റിപ്പോർട്ട് തലയുണയുടെ അടിയിൽ പൂഴ്ത്തി വച്ചിരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ സർക്കാരിന്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് ലഭിച്ച് 4.5 വർഷം പിന്നിട്ടിട്ട് പോലും സർക്കാർ ഈ സ്വീകരിച്ചിട്ടില്ല. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ്. ലൈംഗിക അതിക്രമ കേസുകളിൽ സംസ്ഥാന സർക്കാരിന് പരാതികളില്ലാതെ തന്നെ സ്വമേധയാൽ കേസെടുക്കാം, പോലീസിന് സ്വമേധയാൽ കേസെടുക്കാമെന്ന നിയമം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷം പല ആളുകളെയും സംരക്ഷിക്കാനായി, പല വ്യക്തിത്വങ്ങളെയും സംരക്ഷിക്കാനായി സംസ്ഥാന സർക്കാർ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് സർക്കാരിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കും, സർക്കാരിനെ വലിയ വിവാദങ്ങളിലേക്ക് തള്ളിവിടും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ റിപ്പോർട്ടിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലാണ്. എല്ലാ തെളിവുകളും നൽകുന്നത് ഓരോ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ലൈംഗിക അതിക്രമ പരാതികളും ലൈംഗിക അതിക്രമം നടന്നു എന്ന സംബന്ധിച്ചുള്ള ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, ഇരകളുടെ മൊഴികളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ, ലൈംഗിക അതിക്രമ പരാതിയും മൊഴിയുമുള്ള ഒരു സംഭവത്തിൽ യാതൊരുവിധമായ നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഈ റിപ്പോർട്ടിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു, പ്രത്യേകിച്ച് അതിജീവിതയെ സംബന്ധിച്ചുള്ള നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറം ലോകത്തേക്ക് വിടില്ല, പ്രത്യേകിച്ച് മാധ്യമധർമ്മം അത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം. സർക്കാർ കഴിഞ്ഞ 4.5 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയ പ്രമുഖ വ്യക്തികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിയതിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വമേധയാൽ കേസെടുക്കാനുള്ള അവകാശവും സംസ്ഥാന സർക്കാരിനുണ്ട്, നിയമസംരക്ഷണവുമുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വളരെ രഹസ്യാത്മകമായി ഇത്തരം റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കേസ്
കേസുകളുമായി മുന്നോട്ട് പോകാം, FIR രജിസ്റ്റർ ചെയ്ത് കേസുമായി മുന്നോട്ട് പോകാം. പക്ഷേ അത് പുറം ലോകത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിയമ സാധ്യതയില്ലാത്ത ഘട്ടം നിലനിന്നാൽ പോലും ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമസംരക്ഷണം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. ആ കടമ സംസ്ഥാന സർക്കാർ നിർവഹിച്ചിട്ടില്ല എന്നാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. അതുതന്നെയാണ് വിനീഷ്, ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് പരാതി പറഞ്ഞിരുന്നാലും ഇതിൽ നടപടി ഉണ്ടാകുമെന്ന്. നേരത്തെ പരാതി പറഞ്ഞു, മൊഴികൾ നൽകി, അങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത് പോലും. അതുപോലും വെളിച്ചം കാണുന്നത് 4.5 വർഷത്തിന് ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് സർക്കാർ വീണ്ടും പരാതി നൽകാൻ കേസ് എടുക്കുമെന്നൊക്കെ തന്നെ ഉറപ്പ് പറയുന്നത്? അപ്പൊ അതൊക്കെ തന്നെ ഒരു പാഴ്വാക്കായിട്ട് മാറുക തന്നെയല്ലേ ചെയ്യുന്നത് വരും ദിവസങ്ങളിലും? തീർച്ചയായിട്ടും രജനി, ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട്. റിപ്പോർട്ടിലെ മാറ്റപ്പെട്ട ചില ഖണ്ഡികകളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആരാണ് അതിജീവിത, ആരാണ് ആ അതിജീവിതയെ പീഡിപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ആ അതിജീവിതയ്ക്കെതിരെ നടത്തിയ വ്യക്തി എന്നൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ, സാക്ഷിമൊഴികളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല. ആ റിപ്പോർട്ടിന്റെ ചില ഖണ്ഡികകൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ പുറം ലോകം കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. പക്ഷേ ആ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സിനിമാ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം പോലും ഒരു തിരികെ എത്താം. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. ശാലിനി ചേരുന്നു. പറഞ്ഞു, ഇതിൻ്റെ ഇടയിലായിക്കൊണ്ട് കേട്ടില്ല പറഞ്ഞോ. ചോദ്യം ചോദിച്ചോ? ഓക്കെ, ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, 170ാമത് ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോട് തന്നെയല്ലേ അവിടെ ആഘോഷിക്കുന്നത്? പ്രദീപ്, രജനി, ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ വടത്തിന് മുമ്പിലായിട്ടുള്ള അടിമരത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളും ഗുരുദേവ ഭക്തന്മാരും ഒക്കെ ഈ ഒരു ദിവസം ആഘോഷപൂർണ്ണമാക്കുകയാണ്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകൾ മാത്രം മതിയെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലളിതമായ ചടങ്ങുകൾ ഇന്ന് തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലും ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു മഠത്തിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ഹലോ ജയന്തി പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ്. ചടങ്ങും ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും അതുപോലെ തന്നെ അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷ പരിപാടികൾ നടക്കും. ശിവഗിരി മഠത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ജപയജ്ഞത്തിന് സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും. 9:30 ജയന്തി സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും അതുപോലെ തന്നെ ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷ പരിപാടികൾ നടക്കുകയാണ്.
ശിവഗിരിയിലെ ചടങ്ങുകൾ ആരംഭിച്ചു. അല്ലെ, രജനി പറഞ്ഞതുപോലെ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. അതുപോലെ തന്നെ ജപയജ്ഞത്തിനും സമയത്തിനകം തന്നെ തുടക്കമാകും. സ്വാമി പരാനന്ദയാണ് അതിന് ദീപം തെളിക്കുന്നത്. 9:30 ജയന്തി സമ്മേളനം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹമായ വയൽവാരം വീട്ടിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ആ ആഘോഷങ്ങൾക്ക് കുറച്ചൊരു മാറ്റുകുറവുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ശാലിനി ലൈനിലുണ്ട് എന്ന് കരുതുന്നുണ്ട്. ശാലിനി, രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിൽ ഈ പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശിവഗിരിയിൽ പുലർച്ചെ 4:30 കൂടിയാണ് പർണശാലയിൽ ശാന്തി ഗവനം ചടങ്ങുകളോടെയാണ് ഔദ്യോഗികമായി ശിവഗിരിയിലെ ഈ ഒരു ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുള്ളത്. 5:10 ശാരദാ മഠത്തിൽ വിശേഷാൽ പൂജ നടന്നിരുന്നു. തൊട്ടു പിന്നാലെ 6 മണിക്ക് മഹാസമാധിയിൽ വിശേഷാൽ ഗുരുപൂജ നടന്നു. 6 മുതൽ 6:30 വരെ വിശേഷാൽ ചതയപൂജ നടന്നു. അതിനുശേഷമാണ് 7 മണിയോടുകൂടി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയത്. ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇനി 7:00 ജപയജ്ഞത്തിന് സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അതിനുശേഷമാണ് 9:30 ജയന്തി സമ്മേളനം ഔദ്യോഗികമായി ശിവഗിരി മഠത്തിൽ നടക്കാൻ പോകുന്നത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി ആണ് അതിൻ്റെ സുരേഷ് ഗോപിയാണ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വയനാട് മഹാദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയന്തി സമ്മേളനം അടക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇത്തവണ വേണ്ട. സ്റ്റേജുകൾ കെട്ടിയുള്ള ആഘോഷങ്ങളും നീണ്ടു നിൽക്കുന്ന ആർഭാടങ്ങളും ഒന്നും വേണ്ട എന്ന് ശിവഗിരി മഠം ഔദ്യോഗികമായി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടത്തുന്നത്. ചെമ്പഴന്തിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലും അരുവിപ്പുറത്തും അത്തരത്തിൽ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന സമ്മേളനം അതിൻ്റെ 170ാമത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ഇത്തരത്തിൽ ചെറിയ ചടങ്ങുകളോടുകൂടി ഔദ്യോഗികമായി തുടക്കമായിട്ടുള്ളത്. എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെ ഒരു തിരക്ക് ഇത്തവണ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലാണ് ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടുകൂടി ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിച്ചു. ഇനി മറ്റു പൂജകളുണ്ട്. അതിനുശേഷമായിരിക്കും കേന്ദ്രമന്ത്രി ഇവിടെ എത്തുക. കേന്ദ്രമന്ത്രി മഠത്തിൽ പോകുന്നുണ്ട്. മഠത്തിൽ പോയതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായി ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആഘോഷപൂർണ്ണമാണ്. ഒരുപക്ഷെ നാടിൻ്റെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ നാട് ഒരു ജാതി അല്ലെങ്കിൽ ഏക ജാതിയിൽ വിശ്വസിക്കണം, അത്തരത്തിലുള്ള അസമത്വങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച ഒരു ഗുരുദേവൻ. ആ ഗുരുദേവന്റെ 170ാമത് ജയന്തിയാണ് ഇപ്പോൾ ശിവഗിരിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊരു മഹത്തായ സന്ദേശം പകർന്നു നൽകിയ ഒരുപാട് പേരുടെ ഗുരുവായ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് തിരുജയന്തി ദിനമാണ് ഇന്ന്. ശ്രീനാരായണ ഗുരുമഠത്തിലും ഒപ്പം തന്നെ ചെമ്പഴന്തിയിലും ഒക്കെ ആഘോഷപൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. എന്തായാലും ഘോഷയാത്രയുണ്ട്. ശാന്തി ഘോഷയാത്ര ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ദീപം തെളിയിക്കലും ഒക്കെ ഇന്ന് ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നൂറുകണക്കിന് ഭക്തരും ഒപ്പം തന്നെ നൂറുകണക്കിന് വിശ്വാസികളും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മഠം പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ചടങ്ങുകളെല്ലാം ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുന്നത് ശാന്തി ജയന്തിയുടെ ഔദ്യോഗികമായിട്ടുള്ള സമ്മേളന ചടങ്ങിനാണ്. അതിനുശേഷമായിരിക്കും മറ്റ് ജയന്തി ആഘോഷങ്ങൾക്കും ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും തുടക്കമാവുക. പ്രദീപ്, രജനി. എന്തായാലും കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റി എഴുതിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. 170ാമത് ജയന്തി ആഘോഷമാണ്. പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോട് ശിവഗിരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം മറ്റു ചടങ്ങുകളുണ്ട്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുമെന്നാണ് പറയുന്നത്. മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ വാക്കുകൾ ഓരോന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. എന്തൊക്കെ
നിങ്ങൾ വഴിപാട് നടത്തി അതല്ലെങ്കിൽ ദാനം ചെയ്യുകയല്ല, അതിനുമപ്പുറം തൊഴിൽ നൽകാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു ദിഷ്ണാശാലി, എന്തൊരു ദീർഘദർശി, എന്തൊരു കാഴ്ചപ്പാട്. അത് നവോത്ഥാനം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്നവരിൽ എത്ര പേർ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നമുക്ക് 8 മണിക്ക് ഒന്ന് ചർച്ച ചെയ്യണം. എന്തായാലും ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മഗൃഹത്തിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, അവിടെ എന്തൊക്കെയാണ് ചടങ്ങുകൾ? അരുവിപ്പുറത്തെ പതാക ഉയർത്തൽ കഴിഞ്ഞു, ജപയജ്ഞത്തിന് ദീപവും തെളിച്ചു. ചെമ്പഴന്തിയിലെ കാഴ്ചകൾ എന്താണ്, ചടങ്ങുകൾ എന്താണ്? പ്രദീപ്, രജനി, നമസ്തേ. എന്തായാലും ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജയന്തി ആഘോഷങ്ങൾക്ക് വിപുലമായി തന്നെ തുടക്കം ചെമ്പഴന്തിയിലും കുറിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ചെമ്പഴന്തിയിലെ പതാക ദിനം. സച്ചിദാനന്ദ സ്വാമികളാണ് ഇവിടെ പതാക ഉയർത്തിയത്. ഇന്ന് രാവിലെ 6:45 ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മഗ്രഹമായ വയൽവാരം വീട്ടിൽ പ്രത്യേക പൂജ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന് പ്രത്യേക പൂജയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും വിവിധ പ്രദേശങ്ങളിൽ നിന്നായ നാരായണ ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്, ദൈവദശകം ചൊല്ലുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളും പൂജകളുമായി ചെമ്പഴന്തിയും ഭക്തി നിർഭരമായി, ഭക്തിസാഗരമായി തന്നെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നിന്നും ഇന്ന് രാവിലെ ഇവിടെയാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായിട്ടുള്ള സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ജയന്തി ഘോഷയാത്ര. ആ ജയന്തി ഘോഷയാത്രയുടെ ഉദ്ഘാടനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ് ഉദ്ഘാടനം ചെയ്യുക. വൈകുന്നേരം നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6:30 ജയന്തി സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം ഉണ്ടാവുക. അങ്ങനെ പ്രൗഢഗംഭീരമായ പരിപാടികൾ തന്നെയാണ് ചെമ്പഴന്തിയിലും ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്തി നിർഭരമായ നവോത്ഥാന നായകനെ കാണാൻ, വിശ്വാസത്തിൻ്റെ ആൾരൂപത്തെ കാണാൻ, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ആശയത്തെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വിഭാഗം മുഴുവൻ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രദീപ്, ശരിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇപ്പോഴത്തെ സാമൂഹിക സാംസ്കാരിക മേഖല നവോത്ഥാനത്തിന് വലിയൊരു മാറ്റം കുറിച്ചത് ആ വരികൾ കൂടെയാണ്. അത് ഏത് കീഴ്ജാതി മേൽജാതി അദ്ദേഹം വലിച്ചു കീറിക്കളയുന്നൊരു സാധനമുണ്ട്. ഇത് സ്വാർത്ഥർ ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന്. കീഴ്ജാതി എന്ന് സ്വയം വിചാരിക്കുന്നവർ ഒരു ധാരണ കൊണ്ടും മേൽജാതി എന്ന് ധരിച്ചു നടന്നാൽ അഹങ്കാരവും നാശവും ഉണ്ടാകുമെന്നും ഇതൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. ഏറ്റവും ഒടുവിൽ പ്രതിഷ്ഠിക്കാൻ അങ്ങേക്ക് എന്ത് യോഗ്യത? ക്ഷമിക്കും, ഇത് ഇടവശിവനാണ്. എന്ത് മറുപടി പറയും അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചു കഴിഞ്ഞാൽ? അങ്ങനെ വാക്കുകൾക്കപ്പുറം വാചാലമാകുന്ന ഗുരുദേവൻ എന്ന് മാത്രം. ആണ്ടുകൾക്ക് ഇപ്പുറവും പ്രസക്തമായ ജീവിതം, ഈ മനുഷ്യന് തുല്യതയുടെ മുഖം, സ്നേഹത്തിൻ്റെ അടയാളം ഒക്കെ രേഖപ്പെടുത്തി തന്നൊരാൾ. എത്ര വായിച്ചാലും നമ്മൾ ആദ്യം കണ്ട ദൈവദശകം അല്ലെങ്കിൽ ചൊല്ലി കേട്ട ദൈവദശകം പി പരമേശ്വർജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് VJT ഹാളിൽ നിന്ന് പി പരമേശ്വർജിയുടെ ഭൗതിക ശരീരം അന്ത്യയാത്രയ്ക്ക് വരികയാണ്. അപ്പോൾ അവിടെ കേട്ടത് ദൈവദശകമാണ്. അദ്ദേഹം എഴുതി രേഖപ്പെടുത്തി വെച്ചിരുന്ന കാര്യമാണ്. അടുപ്പുള്ളവരോട് പറഞ്ഞിരുന്നതാണ് ദൈവദശകം മുഴങ്ങണം ഞാൻ അന്ത്യയാത്ര തുടങ്ങുമ്പോൾ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഗുരുദേവൻ്റെ അത് നമുക്ക് ഇനിയും കുറേ സമയമുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ വരാം. ഇനി അവിടെ നിന്നുള്ള കുറച്ച് ലൈവുകൾ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും മറ്റ് വാർത്തകൾ, അതായത് ഇത് സംബന്ധിച്ചുള്ള കുറേ സ്റ്റോറികൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൂടെ കാണാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതിലേക്കൊക്കെ തന്നെ വരാം. ഇന്നത്തെ പുത്തമ്പുലരിൽ നമ്മൾ ഏറെ സമയം മാറ്റി വെച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ശ്രീനാരായണൻ
ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലൊക്കെ തന്നെ ജാതി മതചിന്തകൾക്കപ്പുറം കേരളീയ സമൂഹത്തിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണിന്ന്. ചിങ്ങമാസത്തിലെ ചതയം നാളിലായിരുന്നു ആ യുഗപുരുഷന്റെ പിറവി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന ഏടാണ് ശ്രീനാരായണ ഗുരു എഴുതി ചേർത്തത്. സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കും അസമത്വത്തിനും നടുവിൽ ജനിച്ചു വീണ അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങം 5 ചതയം നക്ഷത്രത്തിലായിരുന്നു ജനനം. നാണു എന്നായിരുന്നു ആദ്യ പേര്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടി. 1885 പിതാവ് മരിച്ചതിനു ശേഷം യാത്രകളിലും ധ്യാനത്തിലുമായി ജീവിതം വഴിമാറി. സത്യാന്വേഷണത്തിന്റെ യാത്രയിൽ കൺമുന്നിൽ കണ്ട അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ജനങ്ങൾക്ക് അറിവും പകർന്നു. അവിടെ നിന്നാണ് ഗുരു എന്ന വിശേഷണം ലഭിച്ചത്. ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ ആദ്യ പോരാട്ടം. 1888 മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. തുടർന്ന് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏതാണ്ട് 45ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ദർശനമാല തുടങ്ങി സംസ്കൃതത്തിലും ആത്മോപദേശ ശതകം തുടങ്ങി മലയാളത്തിലുമായി അനേകം കൃതികളും രചിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും കേരള സമൂഹത്തെ അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചു. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അദ്ദേഹം ഉപദേശിച്ചു. 1904 ദേശാടനം ഉപേക്ഷിച്ച ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയവും സ്ഥാപിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിരുന്നു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് ആ യുഗപുരുഷൻ സമാധിയായത്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന നാളുകൾക്ക് സാക്ഷിയായ ശിവഗിരി മഠത്തിൽ ആ ജീവ തേജസ് ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. കാലാന്തരങ്ങൾ കടന്നു പോകുമ്പോഴും ഗുരുദേവന്റെ ആശയങ്ങളും ആഹ്വാനങ്ങളും നവോത്ഥാന കേരളത്തിൽ പ്രസക്തമായി തന്നെ നിലകൊള്ളുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. മഹത്തായ ശിവഗിരി തീർത്ഥാടനത്തിന് നാന്ദി കുറിക്കാൻ സാഹചര്യമൊരുക്കിയ ഇടമാണ് കോട്ടയം ജില്ലയിലെ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിൻ ചുവട്. ഈ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ഗുരുവിന് മുന്നിൽ ശിവഗിരി തീർത്ഥാടനം എന്നുള്ളൊരു ആശയം എത്തുന്നത്. ഇന്നും ഗുരുസ്മരണകളാൽ മുഖരിതമാണ് ഈ തേന്മാവിൻ ചുവട്, ഈ ക്ഷേത്രാങ്കണം. കാണാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിലൊന്നാണ് ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തേന്മാവിന് ചുവട്ടി വെച്ചാണ്. മാത്രമല്ല, എല്ലാ വർഷവും ശിവഗിരിയിൽ ഉയർത്താനുള്ള ധർമ്മ പതാക കൊടുത്തയക്കുന്നതും ഇവിടെ നിന്നാണ്. ശ്രീനാരായണ ഗുരുചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏടാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെത്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ പുണ്യഭൂമിയാണ് നാഗമ്പടം മഹാദേവർ ക്ഷേത്രം. മീനച്ചിലാറിന്റെ കരയിൽ ശാന്തസുന്ദരമായ സങ്കേതം. 1913 ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നാഗമ്പടം മഹാദേവ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശിഷ്യനായ സ്വാമി ബോധാനന്ദയാണ്. പിന്നീട് പലതവണ ഗുരുദേവൻ ഇവിടെയെത്തി. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് തണൽ വിരിച്ചു ഈ തേന്മാവ്. 1928 ജനുവരി 16 തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ഗുരുവിന് മുന്നിൽ ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം എത്തുന്നത്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ, വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ റൈറ്റർ എന്നിവരാണ് വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള തീർത്ഥാടനം എന്ന ആശയം സമർപ്പിക്കുന്നതും ഗുരുവിൽ നിന്ന് അനുമതി നേടിയതും. 1998 66ാമത് ശിവഗിരി തീർത്ഥാടനം മുതൽ തീർത്ഥാടനത്തിന് മുന്നോടിയായി ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മ പതാക ഇവിടെ നിന്നും ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. മധ്യകേരളത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ച സമയത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം താമസിച്ച ഒരു സങ്കേതമാണ് ഈ നാഗമ്പടം മഹാദേവ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് പവിത്രമാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ മാവിൻ്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ടാണ് ശിവഗിരി ചരിത്ര പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഇപ്പോൾ
കോട്ടയത്തിൻ്റെ ഒത്ത മധ്യഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും വളരെ ശാന്തമാണ് ഇവിടുത്തെ അന്തരീക്ഷം. അതുപോലെ നാമജപങ്ങൾക്കും ഒക്കെയുള്ള വളരെ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് നാമം ജപിക്കുന്നതിനൊക്കെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. 1928 ജനുവരി 24 ഇവിടെ ചേർന്ന SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗത്തിലാണ് 108 ശാഖകൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ വിതരണം ചെയ്തത്. മഹാകവി കുമാരനാശാൻ ഇവിടേക്കുള്ള യാത്രാമധ്യേ പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സദ്യാലയം മഹാകവി കുമാരനാശാന്റെ സ്മാരകമാക്കി കവികുമാര മന്ദിരം എന്നും നാമകരണം ചെയ്തു. SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗം കൂടി അവിടെ വെച്ച് 108 ശാഖകൾക്കുള്ള സർട്ടിഫിക്കറ്റ് ശ്രീനാരായണ ഗുരുദേവൻ തൃക്കയ്യാൽ വിതരണം ചെയ്തിട്ടുള്ളത്. കൂടാതെ മഹാകവി കുമാരനാശാൻ അവസാന കാലത്ത് യാത്ര ചെയ്തപ്പോൾ റെഡിമേഡ് ബോട്ടപകടത്തിൽ മരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്കുള്ള ആലപ്പുഴയ്ക്ക് പോകുന്ന ആ വഴി കൂട്ടത്തിൽ ഇവിടേക്കൂടെ കയറിയിട്ട് പോകാനിരുന്ന ഈ വഴിയിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞിട്ടുള്ളതും. അതിൻ്റെ സ്മാരകമായി പിന്നിലൊരു കവികുമാര മന്ദിരം എന്ന് പറയുന്ന ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ സ്മാരകം എന്ന് വേണേൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം അന്ന് തന്നെ അവരതിനെ ആ ഓഡിറ്റോറിയത്തിന് നാമകരണം ചെയ്യുകയായിരുന്നു. മഹാകവി കുമാരനാശാന്റെ പേരിലുള്ള കവികുമാര മന്ദിരം എന്നത്. ഗുരുദേവൻ വിശ്രമിച്ച ഈ തേന്മാവിൻ ഫലം വരപ്രസാദമായും ഇവിടെ പ്രദക്ഷിണം ചെയ്താൽ മനഃശാന്തിയും സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. ജനം, കോട്ടയം. ഇനിയൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ശിവഗിരിയിൽ നിന്നും ചെമ്പഴന്തിയിൽ നിന്നുമൊക്കെ തത്സമയം ഉണ്ടാവും. ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ എത്തിക്കാനുണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ. ഇടവേള. വാക്കുകൾക്കപ്പുറം വാചാലമാണ് ഗുരുദേവൻ, അല്ലെ? ആണ്ടുകൾക്കിപ്പുറവും പ്രസക്തമായ ജീവിതം. വായനയുടെ വാതായനങ്ങൾക്കുള്ളിൽ വിവേകമിരിപ്പുണ്ടെന്ന് വഴി കാട്ടി തന്നെയാണ്. മനുഷ്യന് തുല്യതയുടെ ആമുഖവും സ്നേഹത്തിൻ്റെ ആഴവും അടയാളപ്പെടുത്തിയ ഒരാൾ. പഠിച്ചു വളർന്നാലേ മനുഷ്യൻ പാകപ്പെടൂ എന്ന് പരിചയപ്പെടുത്തിയ ആൾ. അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന് പണ്ടേ പ്രവചിച്ചൊരാൾ. കുറുക്കുവഴികളില്ലാത്ത സ്വജീവിതം ചൂണ്ടിക്കാട്ടി അധ്വാനിച്ച് സമ്പന്നരാകാൻ ആഹ്വാനം ചെയ്തയാൾ. ഈ പുതിയ കാലത്തും പഴമപ്പെടാത്ത വെളിച്ചമാണ് ഗുരുദേവൻ. ഇതിൻ്റെ അർത്ഥവത്തായ വാക്കുകൾ, അതും എത്രയോ കാലങ്ങൾക്ക് മുൻപ് എഴുതി വച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതുണ്ട് അഴിമതി. അതെ, ഇന്നും ഇങ്ങനെ മുഴങ്ങുന്നുണ്ടാവും പല കാതുകളിലും ആ വാക്കുകൾ. ഇനി നമ്മൾ ഈ അദ്വൈതാശ്രമത്തിലേക്കാണ് പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമങ്ങളിൽ ഒന്നാണ് ആലുവ അദ്വൈതാശ്രമം. ഗുരുദേവന്റെ പുണ്യപാദസ്പർശമേറ്റ ഭൂമി. ജീവിതാന്ത്യം വരെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലം. അദ്വൈതാശ്രമവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണകളും ഒപ്പം ശ്രീനാരായണ ചിന്തകൾക്ക് വർത്തമാനകാലത്തുള്ള പ്രാധാന്യവും ജനം ടിവിയോട് വിവരിക്കുകയാണ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യം. പെരിയാർ തീരത്ത് തലയുയർത്തി അദ്വൈതാശ്രമം. ഗുരുവിന്റെ സ്മരണകൾ ഏറെ പറയാനുണ്ട് ഈ പുണ്യഭൂമിക്ക്. ശ്രീനാരായണ ഗുരുദേവൻ 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നിർവഹിച്ചതിന് 3-ാം ദിവസം അവിടെ നിന്ന് വിട്ടുപോരുകയും ഇനി നമുക്കിരിക്കാൻ മറ്റൊരിടം വേണം, ആലുവ കൊള്ളാം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആലുവയിൽ വന്നു ചേരുകയുമാണ് ചെയ്തത്. ആലുവ നഗരത്തിന് സമീപാർശ്വത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുരാണപ്രസിദ്ധമായ പൂർണ്ണ നദി ഇന്നത് പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ശിവരാത്രി മണപ്പുറം അദ്വൈതാശ്രമത്തിൻ്റെ മറുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം അവിടെ സ്ഥാപിച്ചത്. ഗുരുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല ആഘോഷങ്ങളും അദ്വൈതാശ്രമത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അദ്വൈതാശ്രമത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഗുരുവിൻ്റെ കാർമ്മികത്വത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനമായിരുന്നു.
ഗുരു ഏകാന്ത തപസ്സിരുന്ന വാൽമീകി കുന്നിനും പ്രാധാന്യം ഏറെ. വർത്തമാന സന്ദർഭത്തിൽ ഇപ്പോൾ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ആശ്രമം സ്ഥാപിച്ച സന്ദർഭത്തിൽ പെരിയാർ നദിയുടെ തീരത്ത് ഒരു പർണശാല സ്ഥാപിച്ച് ആ പർണശാലയിൽ ഇരുന്നു കൊണ്ട് നദിക്ക് അഭിമുഖമായിട്ട് ഗുരു ഇരിക്കുമായിരുന്നു. ആ പർണശാലയുടെ സ്ഥാനത്ത് പിന്നീട് ഒരു ഗുരുമന്ദിരം നിർമ്മിക്കുകയും ആ ഗുരുമന്ദിരത്തിലും ശ്രീനാരായണ ഗുരുദേവൻ നദിക്ക് അഭിമുഖമായിട്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവിടെ ഒരു വലിയ ഗുരുമന്ദിരം നിർമ്മിക്കുകയും ഗുരു നദിക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന രീതിയിൽ അവിടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തു. പഴയ ഗുരുമന്ദിരം പൊളിച്ച് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടും ആശ്രമത്തിലെ ശിവഗിരി മഠത്തിലെ പുതിയ ഭരണാധികാരികളുടെ നിർദ്ദേശത്തെ പരിഗണിച്ചുകൊണ്ടും അവിടെ ഇപ്പോൾ പുതിയൊരു ഗുരു മന്ദിരം നിർമ്മിക്കുകയാണ്. പ്രധാനമായും ഉപാസകർക്ക് വേണ്ടി ധ്യാനം നടത്തുന്നതിനും അതുപോലെ മറ്റ് നാമജപം നടത്തുന്നതിനുമൊക്കെ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ഗുരു മന്ദിരത്തിൻ്റെ, പ്രത്യേകിച്ചൊരു ധ്യാന മണ്ഡപത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന് വേലു എന്ന പേരായിട്ടുള്ള ഒരു ഭക്തൻ പാദകാണിക്കയായി സമർപ്പിച്ച ഒരു കുന്നിൻ പ്രദേശം ആലുവയ്ക്ക് സമീപം തോട്ടുമുഖമെന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. അവിടം ദീർഘകാലമായിട്ട് അവിടെ കാട് പിടിച്ച് ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രദേശമാകെ വെട്ടിത്തെളിക്കുകയും അത് കഴിഞ്ഞ ഏതാണ്ട് 10-60 വർഷത്തോളമായി അതിൻ്റെ ഭൂരിപക്ഷം പ്രദേശവും ശ്രീനാരായണ സേവികാ സമാജം എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. അന്നും ഇന്നും ശ്രീനാരായണീയ ചിന്തകൾ ഏറെ പ്രസക്തം. അതേപ്പറ്റി സ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ: ശ്രീനാരായണ ഗുരുദേവൻ പ്രപഞ്ച സത്യത്തെ സാക്ഷാത്കരിച്ച ആ സത്യസ്വരൂപനായി നിലകൊള്ളുന്നതാണ് ഗുരുവിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. ഒരു സത്യസ്വരൂപിയിൽ നിന്ന് വരുന്ന വാക്കുകളും ആ സത്യസ്വരൂപിയുടെ പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാ കാലത്തിനും യോജിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കുകൾക്ക് സർവകാല പ്രസക്തിയാണ് ഉള്ളത്. ഗുരുവിൻ്റെ ആ വിപ്ലവത്തിൻ്റെ സവിശേഷത ഒരു തുള്ളി രക്തം പോലും ചിന്താതെ തികച്ചും അഹിംസാ മാർഗത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സമൂഹത്തെ സമൂലമായ മാറ്റത്തിന് വിധേയമാക്കിയത്. ആ മാറ്റത്തിന് വിധേയമാക്കിയത് അത് ലോകോത്തരമായൊരു മാതൃകയായിരുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വിവിധ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രീയമായും അതുപോലെ മറ്റ് പല ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടും, അത് ജാതിയാകാം, മതമാകാം, അങ്ങനെ സമൂഹത്തിൽ ഛിദ്രതകൾ ഉയർത്തുന്ന ശക്തികൾ പല രൂപങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകശാന്തിക്ക്, സമാധാനത്തിന് വലിയ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഗുരുവിന്റെ സാന്നിധ്യമുണ്ടായ പുണ്യഭൂമിയിലെത്തി സ്മരണകളിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് ആത്മാർപ്പണത്തോടെ മടങ്ങുകയാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ. ജനം, കൊച്ചി. കാലം കെടുത്താത്ത ചൈതന്യം അത് നമ്മൾ കാണിച്ചതുപോലെ തന്നെയാണ്. ഇതേപോലെ എത്ര ആശ്രമങ്ങളാണ്, എത്ര ക്ഷേത്രങ്ങളാണ് പണിത്. പണ്ട് പറയുമായിരുന്നു, ഈ ഗുരുദേവൻ നടക്കുന്നത് നാട് നീളെ ക്ഷേത്രം പണിയാനാണെന്ന് പറഞ്ഞവർ. അങ്ങനെ ഈ നേരത്തെ തന്നെ വീണ്ടും പി പരമേശ്വരജിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ് 19-ാം നൂറ്റാണ്ട് ഒരു വല്ലാത്ത നൂറ്റാണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ കാലം കൊണ്ട് കുറേ യുഗപ്രഭാവന്മാർ
ഇങ്ങനെ വസന്തം പോലെ പൊട്ടി വിടർന്ന് വരികയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വ്യാപകമായി രാജ്യം മുഴുവൻ ഉണ്ട്, രാജ്യത്തിന് പുറത്തേക്കും പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ആമുഖത്തിൽ സ്വാമി രംഗനാഥാനന്ദ എഴുതിയിട്ടുമുണ്ട്. എന്തായാലും കാലങ്ങൾക്കിപ്പുറം ഈ ദിവസം എടുത്താൽ ഇന്ന് പോലും വെളിച്ചം വീശുകയും മറ്റു ചിലരും നടുക്കമുണ്ടാക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് അല്ലേ, നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്തായാലും നമ്മുടെ തത്സമയം 2 ലേഖകർ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഇടവേളയിലേക്ക്. വർക്കല ശിവഗിരിയിൽ നിന്ന് ശാലിനി എസ് ചേരുന്നു. ശാലിനി, ഒരിക്കൽ കൂടി പുത്തൻപുലരിയിലേക്ക് ശാലിനി ശിവഗിരി മഠത്തിലെ വിശേഷങ്ങളുമായി എത്തുകയാണ്. ശാലിനി, പതാക ഉയർത്തുന്നത് നമ്മൾ കണ്ടു, അതുപോലെ ജപയജ്ഞത്തിന് ദീപം തെളിഞ്ഞു. ഇപ്പോഴും അവിടെയുള്ള വിശേഷം എന്താണ്? ഇനി നടക്കാൻ പോകുന്നത് ജയന്തി സമ്മേളനമായിരിക്കും അല്ലേ ശാലിനി? പ്രദീപിള്ള, രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആഘോഷങ്ങൾ ചെറിയ തോതിൽ വെട്ടിച്ചുരുക്കിയെങ്കിൽ പോലും ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലൊന്നും ആ കുറവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചടങ്ങുകളും അത്തരത്തിൽ തന്നെയാണ്. ലളിതമായ രീതിയിൽ എല്ലാ ചടങ്ങുകളും നടത്തുക എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ മണിക്കൂർ കടന്നു പോകുന്നത്. 7 മണിയോടുകൂടി പതാക ഉയർത്തൽ നടന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഒപ്പം തന്നെ മഠത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ മാറ്റങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം നടത്തിയ ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം, അദ്ദേഹത്തിന്റെ ജയന്തി അത് ചെറിയ തോതിലൊന്നും ആഘോഷിക്കാൻ ആർക്കും ആകില്ല. പക്ഷേ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ചെറിയ തോതിലാണ് ഇത്തവണ ആഘോഷങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി പ്രധാനമായും നടക്കാൻ പോകുന്നത് ജയന്തി സമ്മേളനമാണ്. 9:00 ജയന്തി സമ്മേളനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുക. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് മറ്റ് ചടങ്ങുകളിലേക്ക് പിന്നീട് കടക്കുക. വൈകിട്ട് 5:30 മഹാസമാധിയിൽ നിന്നൊരു നാമസങ്കീർത്തന ഘോഷയാത്ര പുറപ്പെട്ട് ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി സ്കൂളിൽ എത്തുമെന്നുള്ളതാണ് ഒരു ചടങ്ങ്. അതിനുശേഷം ആ യാത്ര തുടർന്ന് SN കോളേജ്, നാരായണ ഗുരുകുലം ജംഗ്ഷനിലൂടെ മഹാസമാധിയിൽ തിരിച്ചെത്തുന്നതോടുകൂടി ആ യാത്രയ്ക്ക് സമാപനമാവുകയും ചെയ്യും. ശിവഗിരി കുന്നുകളിലും പരിസരങ്ങളിലും മഹാസമാധി, ശാരദാ മഠം, വൈദിക മഠം, ഒപ്പം തന്നെ ബോധാനന്ദ സ്വാമി സമാധി മണ്ഡപം എന്നിവിടങ്ങളിലും ഒക്കെ ഈ ശാന്തി ദീപം തെളിയിക്കും എന്നുള്ളതാണ് മഠത്തിന്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. SNDP യോഗം ഉൾപ്പെടെയുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും ഗുരുമന്ദിരങ്ങളുടെയും നേതൃത്വത്തിലും ഗുരുജയന്തി ആഘോഷിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമ്മേളനം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മരണപ്പെട്ടവർക്കൊരു ആദരം അല്ലെങ്കിൽ അവർക്കൊരു ഓർമ്മ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ദീപം തെളിയിക്കൽ ചടങ്ങുകളടക്കം ഇവിടെ മഠത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും കൂടുതൽ വിശ്വാസികൾ, ഒപ്പം തന്നെ ഗുരുദേവ ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് ഇവിടെ ശ്രീനാരായണ ഗുരുമഠം അധികൃതരും പ്രതിനിധികളും ഒക്കെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ സ്റ്റേജ് കെട്ടിയും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ദിവസം, ഈ 170ാമത് ജന്മദിന ആഘോഷ ചടങ്ങുകൾ അത് വലിയ രീതിയിൽ അതിഗംഭീരമായ ഓർമ്മ ജയന്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരുജയന്തി ആഘോഷമാക്കുകയാണ് വർക്കലയിലെയും ഒപ്പം തന്നെ ശിവഗിരിയിലെയും ഈ ഒരു ദേശം, ഈ ഒരു മണ്ണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചെമ്പഴന്തിക്ക് സമാനമായ രീതിയിൽ ഇവിടെയും ആഘോഷങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ അരുവിപ്പുറത്തും വിപുലമായ ചടങ്ങുകളാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് വരും മണിക്കൂറിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടിന്റെ നിലവിലെ ഒരു നവോത്ഥാന നായകന്റെ ഒരു ജന്മദിനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ദിനം അതിഗംഭീരമായ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാടെങ്ങും, ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരുഭക്തരും. പ്രദീപിള്ള, ശിവഗിരി എന്ന ശാലിനിയായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി ഗുരുദേവന്റെ ജന്മഗൃഹത്തിലേക്ക്, ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ അഖിൽ പാലോട്ട് മഠം ഒരിക്കൽ കൂടി ചേരുന്നു. അഖിൽ, എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ? പ്രദീപ്, ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലും പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതലാണ് ഇവിടെ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതിനു ശേഷം ആരംഭിച്ച
പൂജകളടക്കം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്ന ഈ വയൽവാരം വീട്ടിൽ പ്രത്യേക പൂജയുണ്ടായിരുന്നു. 6:45 ഗുരുദേവന്റെ ജന്മഗൃഹമായ വയൽവാരം വീട്ടിൽ പ്രത്യേക പൂജയുണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ മറ്റു പൂജകളും ഇവിടെ ഉണ്ടാകും, ഉച്ചപൂജ അടക്കം ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെമ്പഴന്തിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിക്കുക. ഉച്ചയോടുകൂടി തന്നെ ജയന്തി ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിക്കും. ജയന്തി ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആ യാത്രയുടെ ഉദ്ഘാടനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിലാണ് നിർവഹിക്കുക. വൈകുന്നേരം നടക്കുന്ന ജയന്തി ആഘോഷങ്ങളുടെ സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചെമ്പഴന്തിയിൽ. എന്തായാലും വലിയ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഗുരുദേവന്റെ ജന്മഗ്രഹമായ ഈ ചെമ്പഴന്തിയിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. കാരണം ആദർശത്തെ മുറുകെ പിടിച്ച് ആ ആദർശത്തെ പ്രചരിപ്പിച്ച് വലിയ ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ച് നാടിന് മുഴുവൻ ദിശാബോധം നൽകി ഒരു നാടിന് മുഴുവൻ മാർഗദർശിയായി മാറിയ നവോത്ഥാന നായകനായ ചരിത്ര പുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി എത്തി നിൽക്കുമ്പോഴും അത്രമാത്രം പ്രസക്തി ഇന്നും ഈ കാലഘട്ടത്തിലും ഗുരുദേവന്റെ ജയന്തിക്ക് നൽകുന്നു ഈ സമൂഹം. ഗുരുദേവ സ്മരണകൾ ഇരമ്പുന്ന ധാരാളം വാർത്തകൾ ഇനിയും വരാനുണ്ട്. നമുക്ക് നേരെ കോഴിക്കോട്ടേക്കൊന്ന് പോകണം. കോഴിക്കോട് നഗരഹൃദയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നിർവഹിച്ച പ്രസിദ്ധമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പുണ്യസങ്കേതം. 100 വർഷത്തിലധികമായി കോഴിക്കോടിൻ്റെ ആത്മീയ തേജസ്സായി നിലകൊള്ളുകയാണ് ഈ ക്ഷേത്രം. ആ പ്രദേശത്തെ ചരിത്ര സ്മാരകം കൂടിയാണിത്. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിർവഹിച്ചത്. പ്രസിദ്ധമായ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം 1910 ഗുരുദേവൻ ഇവിടെ വന്ന് പ്രതിഷ്ഠ നിർവഹിച്ചത്. അന്ന് മഹാകവി കുമാരനാശനടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയായിരുന്നത്. ഈ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളാണിനി. ആയിരത്തി 1908 ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ കുറ്റിനാട്ടൽ കർമ്മം ഗുരുദേവൻ നിർവഹിച്ചത്. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അക്കാലത്ത് നല്ലീശ്വരമണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1908 ഗുരുദേവൻ കുറ്റി നാട്ടുകയും അന്ന് ചൈതന്യ സ്വാമികളെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുമതല ഏൽപ്പിക്കുകയും ചൈതന്യ സ്വാമികളുടെ നേരിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഡിസൈനും പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചതും അദ്ദേഹമാണ്. 1910 ഗുരുദേവൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൽ ഉത്തമവിധി പ്രകാരമുള്ള പൂജാകർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ് ശിവരാത്രി മഹോത്സവമാണ്. ഗുരുദേവൻ പ്രതിഷ്ഠയുടെ സമയത്ത് ഗുരുദേവനെ അന്വേഷിച്ച് അവിടേക്ക് ചെന്ന ഇവിടുത്തെ ഭരണസമിതിയിലും പ്രവർത്തകരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളവർ ഗുരുവിനെ ആ സമയത്ത് അന്വേഷിച്ചും ഗുരുവിനെ അവിടെ കാണാതാവുകയും ഗുരു ആ സമയത്ത് അദൃശ്യനായിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ശ്രീകോവിലിൽ ഉണ്ടാവുകയും ആ പ്രതിഷ്ഠയുടെ സമയത്ത് തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ അകത്തേക്ക് വിളിച്ച് കയറ്റി എന്നാണ്, ആ ആളും കൂടിയാണ് അകത്തേക്ക് കയറിപ്പോയതെന്നും ആൾ തിരിച്ച് ഇതുവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. വിശേഷാലായിട്ട് ഭഗവാന് പ്രദോഷ ദിവസങ്ങൾ ആചരിക്കുന്നു. മഹാരുദ്രാഭിഷേകം ഉണ്ടാവും. മറ്റ് വഴിപാടുകളും മറ്റ് നിത്യമുള്ള വഴിപാടുകൾ ഒഴികെ ദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷവും മഹാരുദ്രാഭിഷേകം. പുനരുദ്ധാരണത്തെ തുടർന്ന് പൊളിച്ചുപണിത പുതിയ പാർത്ഥസാരഥി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നിർവഹിച്ചത്. മ്യൂറൽ ചിത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ നമ്മൾ ചെയ്തത്. ഓൾറെഡി ആദ്യം ആർട്ട് വർക്ക് നമ്മളിവിടെ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ചെയ്ത് തീർത്തത് ഒരു 10-25 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയാൽ നമുക്ക് എപ്പോഴും അറിയപ്പെടാനും എല്ലാം വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാണ് ഈ അമ്പലവും കാര്യങ്ങളൊക്കെ തന്നെ. ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാധുജന സംരക്ഷണ പ്രവർത്തനങ്ങളും ക്ഷേത്രയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ജനം, കോഴിക്കോട്. നമ്മൾ നേരത്തെ ഈ ആശ്രമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ പലയിടങ്ങളിലാണ് ആശ്രമം സ്ഥാപിച്ചത്. അങ്ങനെ തന്നെ കോഴിക്കോട് വേറൊരെണ്ണം കൂടെ ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് കോഴിക്കോട് അത്താണിക്കലിലെ ശ്രീനാരായണ ഗുരുവരാശ്രമം. ഗുരുദേവന്റെ പൂജാമന്ത്രങ്ങളാൽ മുഖരിതമായ ആശ്രമം ജാതി മത ചിന്തകൾക്ക് അതീതമായി വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രം കൂടിയാണ്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഗുരുദേവന്റെ സന്ദേശങ്ങളും വചനങ്ങളും ശാന്തിമന്ത്രമായി തങ്ങി നിൽക്കുന്ന ആശ്രമം വിശ്വാസികളുടെ അഭയസ്ഥാനം കൂടിയാണ്. ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ ശ്രീനാരായണ ചൈതന്യസ്വാമിയാണ് ആശ്രമം സ്ഥാപിച്ചത്. ചൈതന്യസ്വാമി സ്ഥാപിച്ച സംഘടനയായ വരയ്ക്കൽ ഹിന്ദു ദേശസഭയാണ് 1918 ഇതിന് നേതൃത്വം നൽകിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്ദർശന സമയത്താണ് ആശ്രമത്തിൽ ഗുരുദേവന്റെ പാദസ്പർശം പതിഞ്ഞത്. 1968 ആശ്രമം കമ്മിറ്റിക്ക് ആശ്രമം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് SNDP യോഗം കോഴിക്കോട് യൂണിയൻ ഈ ഒരു ആശ്രമം ദാനമായിട്ട് നൽകിയിട്ടുള്ളത്. ചൈതന്യസ്വാമികളുടെ മഹാസമാധി 1952 നടന്നത്. സമാധിക്ക് ശേഷമാണ് ആശ്രമ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച് ആശ്രമം കമ്മിറ്റി SNDP യൂണിയന് ഈ ഒരു സ്ഥാപനം നൽകിയത്. ഈ ഒരു ആശ്രമം മലബാറിലെ തന്നെ വലിയൊരു ശ്രീനാരായണ ഭക്തരുടെ ആത്മീയ തലസ്ഥാനമായി മാറുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപുലമായ താമസ സൗകര്യങ്ങൾ, അന്നദാന മണ്ഡപം, ഓഡിറ്റോറിയം എന്നിവയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുദേവന്റെ പൂജാമന്ത്രങ്ങൾ ചൈതന്യസ്വാമി രചിച്ചത് ആശ്രമത്തിൽ വെച്ചാണ്. ചൈതന്യസ്വാമിയുടെയും ശാരദാദേവിയുടെയും പ്രതിഷ്ഠയുള്ള മലബാറിലെ ഏക ക്ഷേത്രം എന്ന സവിശേഷതയും ആശ്രമത്തിനുണ്ട്. വെള്ളി വിഗ്രഹമുള്ള ഒരേയൊരു ക്ഷേത്രം എന്ന പ്രത്യേകതയുമുണ്ട്. നിത്യപൂജാ ചടങ്ങുകളിൽ 100 കണക്കിന് വിശ്വാസികളാണ് ദിവസവും പങ്കെടുക്കുന്നത്. ആശ്രമത്തിന്റെ ഭാഗമായി ഒരു വിദ്യാലയവും നാടിന് അറിവിന്റെ വെളിച്ചം പകരുകയാണ്. ജനം, കോഴിക്കോട്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കേൾക്കാനുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് 8 മണി ആകാൻ പോവുകയാണ്. 59 ആയിരിക്കുന്നു. പെട്ടെന്ന് ഇടവേള, അതിനുശേഷം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ, പിന്നെ നമ്മുടെ ഗസ്റ്റ് അതിഥികളിലേക്ക്. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജയന്തി ദിനം ഇന്ന്. വർക്കല ശിവഗിരിയിലും ചെമ്പഴന്തിയിലും പ്രത്യേക ചടങ്ങുകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോളിളക്കമുണ്ടാക്കിയതോടെ സർക്കാർ പ്രതിരോധത്തിൽ. ലൈംഗിക ആക്രമണ കേസുകൾ സംബന്ധിച്ച് പരാതികളില്ലാത്തതിനാൽ കേസെടുക്കുന്നതിൽ പോലീസിനും ആശയക്കുഴപ്പം. വിവാദ റിപ്പോർട്ടിൽ നിലപാട് പറയാതെ അമ്മയും സിനിമാ സംഘടനകളും. കൊൽക്കത്ത ബലാത്സംഗ കൊലക്കേസിൽ സ്വമേധയാ എടുത്ത കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കും. സംസ്ഥാനത്തെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ എന്ന രാഷ്ട്രപതിയെ കാണും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും CV ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധവും തുടരുന്നു. ജമ്മു കശ്മീരിൽ തുടർ ഭൂചലനങ്ങൾ. ബാരാമുള്ളയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തി. ജമ്മു കശ്മീർ താഴ്വരയിലും പ്രകമ്പനങ്ങൾ. ജസ്ന തിരോധാന കേസിൽ നേരറിയാൻ CBI. പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ അന്വേഷണ സംഘം ഇന്ന് മുണ്ടക്കയത്ത്. ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ മൊഴിയെടുക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും പോംവഴി കണ്ടെത്താനാകാതെ സംസ്ഥാന സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ബത്തയും ബോണസും നൽകാൻ പോലും ഖജനാവിൽ പണമില്ല. സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കടുപ്പിക്കുമെന്ന സൂചന. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് എന്നും മഴ കനക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. നമ്മൾ അതിഥികളിലേക്കാണ് പോകുന്നത്. ശ്രീനാരായണ ഗുരു ജയന്തി പുത്തൻ പുലരി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്, കാത്തിരുന്ന ആ ഒരു സെഗ്മെന്റിലേക്കാണ്. എന്തായാലും ജയന്തി ദിനത്തിൽ ജനൻ TV പ്രേക്ഷകരോടൊപ്പം ചേരുന്നത് കുരുക്ഷേത്ര MD കാഭ സുരേന്ദ്രൻ, സംവാദകൻ അഡ്വക്കേറ്റ് ശങ്കു T ദാസ് എന്നിവരാണ്. നമസ്തേ, സ്വാഗതം ശ്രീ കാഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ശങ്കു T ദാസ്. ആദ്യം ശ്രീ കാഭ സുരേന്ദ്രനിലേക്ക് പോവുകയാണ്.
ശ്രീ കാബ സുരേന്ദ്രൻ വിശദമായി ഇവിടെ നിന്ന് ഞങ്ങൾ പറയേണ്ടതല്ല. വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ അല്പം മുമ്പ് പറഞ്ഞത് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഓരോ വാക്കും ഓരോ മൊഴിമുത്തുകളും ഇന്നും ചിന്തയുണ്ടാക്കുന്നു ചിലരിൽ, നടുക്കം സൃഷ്ടിക്കുന്നു ചിലരിൽ. അത്ര യുഗപ്രഭാവൻ എന്ന് പറയുന്നു, യുഗപുരുഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഇന്നും ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ സമൂഹത്തിൽ ഈ കാലത്തിൽ നമുക്കൊക്കെ പ്രസക്തമാവുന്നു? നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം അതിന് സർവകാല പ്രസക്തിയാണ് ഉള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിൽ ചില നേതാക്കളോ അല്ലെങ്കിൽ ചില സാംസ്കാരിക നായകന്മാരോ പറയുമ്പോൾ അതിന് ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക്, ദർശനങ്ങൾക്ക് പ്രസക്തിയേറി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ആ പ്രയോഗം വളരെ തെറ്റാണ്. പ്രസക്തിയേറി തെറ്റാണെന്നല്ല, മറ്റൊരു വസ്തുത അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രസക്തിയേറി എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം അതിലെന്തോ തകരാറുണ്ടെന്നാണ്. ഗുരുദേവൻ്റെ ആശയങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ഒത്തിരി പിന്നോട്ട് പോയിരിക്കുന്നു കേരളം അല്ലെങ്കിൽ സമൂഹം എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അത്. ആ പ്രയോഗം തന്നെ അതിൻ്റെ ഒരു അടയാളമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഗുരുദേവ ദർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണല്ലോ അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. എന്ന് വെച്ചാൽ സാംസ്കാരിക കേരളം പിന്നോട്ട് പോകുന്നു എന്നാണ്. അങ്ങനെ പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഗുരുദേവ ദർശനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാനൊരു 2 പ്രസ്താവനകൾ പറയാം. ഒന്ന്, ശ്രീനാരായണ ഗുരുദർശനത്തെക്കുറിച്ച് ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ജാതി വിരോധത്തെ സംബന്ധിച്ചിടത്തോളം സ്വാമി സന്ദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് സ്വാമി സന്ദേശത്തിൽ നിന്നും മാത്രം പരിഹാരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. കേരളത്തെ ബൗദ്ധികമായി സ്വാധീനിച്ച ശ്രീ K. ദാമോദരൻ ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞത്, ഗുരുവിൻ്റെ മതപരവും ദേശീയവും സാംസ്കാരികവുമായ സിദ്ധാന്തങ്ങൾ ലിബറൽ ബൂർഷ്വാസിയുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. ഫ്യൂഡലിസത്തെ അദ്ദേഹം എതിർത്തുവെങ്കിലും ഈ സമരത്തിൽ ബഹുജനങ്ങളെ ആകർഷിച്ച് അണിനിരത്താൻ കെൽപ്പുള്ള സാമ്പത്തിക പരിപാടികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതാണ് ഗുരുദേവ ദർശനത്തെക്കുറിച്ച് K. ദാമോദരൻ പറഞ്ഞത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്. പക്ഷെ ഞാനൊരു പുസ്തകത്തെ കാണിക്കാം ഇപ്പോൾ. ഇത് ശ്രീനാരായണ ഗുരു ദ പ്രോഫറ്റ് ഓഫ് റിനൈസൻസ് എന്നാണ്. 1971 കേരളത്തിലെ മറ്റൊരു സാംസ്കാരിക നേതാവ്, നവോത്ഥാന നായകൻ ആയിരുന്ന P. പരമേശ്വരൻ 1971 എഴുതിയ പുസ്തകമാണ് ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകം. അത് 1979 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം നടത്തുകയും രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഗുരുദേവ ദർശനത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ നായകൻ, പ്രവാചകൻ തന്നെ ശ്രീനാരായണ ഗുരുവാണ് എന്നാണ് പരമേശ്വർജി പ്രസ്താവിച്ചത്. ഞാൻ 2 ധ്രുവങ്ങൾ കാണിക്കുകയാണ്. ഗുരുദേവ ദർശനത്തിന് കേരളത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോയത് എങ്ങനെയാണ്, അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗുരുദേവ ദർശനം എക്കാലത്തും പ്രസക്തി ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ശതാബ്ദി ആഘോഷിക്കുന്ന മറ്റൊരു വേളയാണല്ലോ ഇത്. സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ് ഇപ്പോൾ ഈ വർഷം 2024 എന്ന് പറയുന്നത്. ഈ സർവമത സമ്മേളനത്തിൻ്റെയും ആശയം എന്തായിരുന്നു? മതങ്ങളൊന്നും പോരടിച്ച് തീർക്കേണ്ടതല്ല, പൊരുത് ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്ന ഗുരുദേവൻ്റെ ആശയമുണ്ടല്ലോ. അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു, പുനഃപ്രഖ്യാപനമായിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം. ആ സർവമത സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതായിരുന്നല്ലോ മുദ്രാവാക്യം.
ഒരു മതവും തമ്മിൽ പോരാടേണ്ടതല്ല. പക്ഷെ ഇന്ന് 100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇന്ന് കേരളത്തിൽ ഇരിക്കുമ്പോൾ ഈ സർവമത സമ്മേളന ശതാബ്ദിയുടെ പേരിൽ കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും മതവിദ്വേഷ പ്രചാരണത്തിന് ഗുരുദേവന്റെ ഈ ശതാബ്ദിയെ, ഗുരുദേവന്റെ സർവമത സമ്മേളന ശതാബ്ദിയെ പോലും മതവിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുദേവ ദർശനത്തിൽ നിന്നും നാം കൂടുതൽ മുന്നോട്ട് പോയോ, ഗുരുദേവ ദർശനത്തിൽ നിന്നും നാം പിന്നോട്ട് പോയോ, കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് ഇത്. സകല മതസാരവും ഏകം എന്ന് ഗുരുദേവൻ പറഞ്ഞ ഒരു പ്രഖ്യാപനം അത് ലോകം മുഴുവൻ പ്രചരിക്കേണ്ടതല്ലേ? 1893 ചിക്കാഗോയിൽ വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിച്ചുള്ള ഇതേ കാര്യം തന്നെ. ലോകത്തിൽ ഒരു മതം തമ്മിൽ പോരടിച്ച് തീർക്കേണ്ടതല്ല, മതസാരങ്ങളെല്ലാം. എന്നിട്ട് അവിടെ അദ്ദേഹം ഒരു ആശയവും നമ്മുടെ ഋഷിമാർ ഉദ്ധരിച്ച ഒരു വാക്കും അവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സർവമതത്തിൻ്റെയും എല്ലാം ഒന്നിലേക്കാണ്, ഒരേ ആദർശത്തിലേക്കാണ്, ഒരേ ലക്ഷ്യത്തിലേക്കാണ്. മതങ്ങളെല്ലാം മാർഗങ്ങളാണ്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മതങ്ങൾ മാർഗദർശികളാണ്. മതങ്ങൾ മാർഗദർശികളാണ്. ഇന്ന വഴിയെ പോകണം എന്ന് പറയുന്ന പല മാർഗം. തിരുവനന്തപുരത്തേക്ക് പോകാൻ ട്രെയിനിൽ പോകാം, വിമാനത്തിൽ പോകാം, ബസ്സിൽ പോകാം, നടന്നു പോകാം, വള്ളത്തിൽ പോകാം, ബോട്ടിൽ പോകാം, പല മാർഗങ്ങളുണ്ട്. ലക്ഷ്യം തിരുവനന്തപുരമാണ് എന്ന് പറയുന്നത് പോലെ ഒരേ ലക്ഷ്യത്തിലേക്ക് വിവിധ മാർഗങ്ങളാണ് മതങ്ങൾ എന്നുള്ള അനേകായിരം കൊല്ലം മുൻപത്തെ ഭാരതീയ ആർഷ ദർശനത്തെ പുനഃപ്രഖ്യാപനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. അതിനു വേണ്ടിക്കൂടെ ആയിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിലെ മതസമ്മേളനം. ഗുരുദേവന്റെ ആശയത്തെ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു വാക്കാണല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വാക്ക്. അതുപോലും അന്ന് തൊട്ട് ഗുരുദേവന്റെ കാലത്തിന് ശേഷം ആ വാക്യത്തെ എന്നും ദുർവ്യാഖ്യാനം ചെയ്തിട്ടേ ഉള്ളൂ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ വാക്യം 2 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മതം വേണ്ട എന്നല്ല ഗുരുദേവൻ പറഞ്ഞത്, മതം ഏതാണെങ്കിലും എന്നാണ് പറഞ്ഞത്. മതം ഇല്ലാതെ ഗുരുദേവൻ നന്നായി എന്ന് പറഞ്ഞ മട്ടിലല്ലേ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് പിന്നീട് ആധുനിക ബുദ്ധിജീവികൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ താങ്കളിലേക്ക് വരാം. കാരണം അവിടെ ഏറ്റവും ക്രൂഷ്യലായ ഒരു പോയിന്റിലാണ് പ്രത്യേകിച്ച് ഗുരുവിന്റെ വചനങ്ങളെടുത്ത് അവനവൻ ആത്മസുഖത്തിനായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അങ്ങ് ശ്രീ കാബ സുരേന്ദ്രന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു എന്ന് കരുതണം. അങ്ങ് പറഞ്ഞ പുസ്തകം ഇവിടെയുണ്ട്. ഇതാണ് ഞങ്ങൾ രാവിലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പി പരമേശ്വരജിയുടെ ഇംഗ്ലീഷ് പരിഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജീവചരിത്രം, ദി പ്രോഫിറ്റ് ഓഫ് റിനൈസൻസ്. അപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, വേഗം വന്നു കഴിഞ്ഞാൽ ഗുരു എന്തായിരുന്നു എന്ന് അറിയാൻ പോലും ശ്രമിക്കാതെയല്ലേ പലരും തങ്ങളുടെ ഫ്രെയിമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ കാബ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി എന്താണ് ഇന്നും ഗുരുദേവ ദർശനം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്? ഷാബാജി പറഞ്ഞതുപോലെ ഗുരുദേവ ദർശനം എന്ന് നമ്മൾ പറയുന്ന ദർശനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സനാതനമായിട്ടുള്ള ഭാരതീയ ദർശനം തന്നെയാണ്. ഗുരുദേവൻ പുതിയതായിട്ടൊരു ദർശനം മുന്നോട്ട് വെക്കുകയല്ല ചെയ്യുന്നത്. ഗുരുദേവൻ തന്നെ തന്റെ ദർശനത്തെ പറ്റി പറയുന്നുണ്ട്, ദർശനങ്ങളിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന അദ്വൈത ദർശനം തന്നെയാണ്. ആത്മനും ബ്രഹ്മനും വെവ്വേറെയല്ല. ഈ ബ്രഹ്മന്റെ തന്നെ ചെറിയ പ്രതിഫലനമാണ് ആത്മൻ. നാം ഓരോരുത്തരും നൈസർഗികമായി തന്നെ ദിവ്യ സന്താനങ്ങളാണ്. നമ്മളെല്ലാം ഈശ്വരന്റെ പ്രതിപുരുഷന്മാരാണ്. അതുകൊണ്ട് മനനം കൊണ്ട്, സാധന കൊണ്ട്, തപസ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമുക്ക് ഈശ്വരീയതയിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ള അദ്വൈതത്തിന്റെ ദർശനം തന്നെയാണ്. അതുകൊണ്ടാണ് ആലുവയിൽ അദ്ദേഹം ആശ്രമം ആരംഭിക്കുമ്പോൾ അതിന് അദ്വൈതാശ്രമം എന്ന് പേര് കൊടുക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികള് കർണാടകയിൽ സ്ഥാപിക്കുന്നത് ശാരദാ പീഠമാണെങ്കിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ശാരദാ മഠമാണ് സ്ഥാപിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനം പോലും യഥാർത്ഥത്തിൽ മതനിരാസമോ ദൈവനിരാസമോ അല്ല, അത് അദ്വൈതമാണ്, അത് നോൺ ഡ്വലിസമാണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഗുരുദേവന്റെ ദർശനം ഏതാണ്? ഗുരുദേവന്റെ ദർശനം സനാതനമായിട്ടുള്ള ആർഷ ഭാരതീയ ദർശനം തന്നെയാണ്. എന്നാൽ ഈ ദർശനത്തിൽ നിന്ന് ഗുരുദേവനെ അടർത്തി മാറ്റിയിട്ട് സനാതന ഭാരതീയ പാരമ്പര്യത്തിനെതിരായി നിന്ന, അതിനോട് കലഹിച്ച, അതിനെ വിമർശിച്ച ഒരാളാണ് ഗുരുദേവൻ എന്ന് വരുത്തി തീർക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരമേശ്വർജിയെ പോലെയുള്ള ആളുകൾ ഗുരുദേവനെ എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പറയുന്ന എന്താ പറയാ പ്രൊഫറ്റ് ഓഫ് റിനയൻസ്, നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിന് പരമേശ്വർജിക്ക് മുമ്പ് സംഘത്തിന്റെ ഏകാത്മ സ്തോത്രത്തിൽ പറയുന്നുണ്ടല്ലോ,
ഠക്കരോ ഭീമരാവശ്ച പുലേ നാരായണോ ഗുരു. അതായത് ഭാരതം മുഴുവൻ ചൊല്ലുന്ന ഏകാത്മ സ്തോത്രമാണത്. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒരു സ്വയംസേവകൻ രാവിലെ ചൊല്ലുന്ന ഏകാത്മക സ്തോത്രം എന്ന പ്രാർത്ഥനയിൽ പുലേ നാരായണോ ഗുരു, നാരായണ ഗുരുവിന്റെ പേര് പറയുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദി പോലും നാരായണ ഗുരുവിനെ പറ്റി മനസ്സിലാക്കിയത് ഏകാത്മക സ്തോത്രത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഗുരുദേവന്റെ ദർശനം ഭാരതീയമായിട്ടുള്ള ദർശനമാണ്. ആ ദർശനം എല്ലാ കാലത്തും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഗുരുദേവനെ ആ ദർശനത്തിൽ നിന്ന് അടർത്തി മാറ്റി ഗുരുദേവൻ ആ ദർശനത്തെ വിമർശിച്ച ഒരാളാണെന്ന് വരുത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ കൃതികളിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആദർശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഗുരുദേവനെ മുൻനിർത്തിക്കൊണ്ട് ചില ഇടതുപക്ഷ പ്രചാരകന്മാർ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെ നമ്മൾ ഗുരുദേവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകമ്പാദശകം, ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള അനുകമ്പാദശകം എടുത്ത് 1 മണിക്കൂർ വ്യാഖ്യാനിച്ചിട്ട് ബീഫ് ഫെസ്റ്റിന് ന്യായീകരണം ചമയ്ക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഗുരുദേവന്റെ വലിയ പ്രചാരകന്മാരായി നടക്കുന്നതെന്നുള്ള വലിയ അപകടം അതിരിക്കുന്നുണ്ട്. അവർ ഗുരുദേവന്റെ ദർശനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഗുരുദേവന്റെ ദർശനത്തെ തകർക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ഗുരുദേവനെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹൈന്ദവ സന്യാസിയായിരുന്നു. ഹൈന്ദവ ആത്മീയതയുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം. ശരിക്കും നമ്മുടെ ഒരു സന്യാസ പരമ്പരയുടെ ഭാഗം തന്നെയാണ് അദ്ദേഹം. നമ്മുടെ അയ്യാ വൈകുണ്ഠ സ്വാമികളുണ്ട്. അയ്യാ വൈകുണ്ഠ സ്വാമികൾക്ക് ശേഷമാണ് തൈക്കാട്ട് അയ്യാവ് ഉണ്ടാവുന്നത്. തൈക്കാട്ട് അയ്യാവിന്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ, ഒന്ന് ചട്ടമ്പി സ്വാമികൾ, ഒന്ന് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ആള്. ഈ പറയുന്ന 3 പേരും, മഹാത്മാ അയ്യങ്കാളി ആവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, ഒരേ കാലഘട്ടത്തിൽ ഏതാണ്ട് തൈക്കാട്ട് അയ്യാവിൽ നിന്ന് യോഗ സാധനയുടെ പ്രാഥമിക പാഠങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ചട്ടമ്പി സ്വാമികൾ പോലും ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹത്തിന്റെ സാധനാ പന്താവിൽ, അദ്ദേഹത്തിന്റെ ബാലമുരുകന്റെ ഉപാസനയായിരുന്നെങ്കിൽ ആ സാധനാ പന്താവിൽ യഥാർത്ഥത്തിൽ നയിച്ചിട്ടുള്ള ഒരാളാണ്. മരുത്വ മലയിലേക്ക് കൊണ്ടുപോകുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതുകൊണ്ടാണ് ജനനീ രവരത്ന മഞ്ജരിയുടെ തുടക്കത്തിൽ ശിശുർനാമ ഗുരോരാജ്ഞാം കരോതു ശിരസാവഹം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നത്. ശിശുർനാമ ഗുരുവിന്റെ ആജ്ഞ ശിരസാ വഹിക്കുന്നതിന് വേണ്ടി ഇത് എഴുതുന്നു. ശിശുർനാമ ഗുരു എന്ന് പറഞ്ഞാൽ ശിശു എന്ന് പേരുള്ള ഗുരു എന്ന, കുഞ്ഞൻ പിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പേര്. അതാണ് ശിശുർനാമ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ പദ്ധതിയിൽ, ആ ആധ്യാത്മികമായിട്ടുള്ള പദ്ധതിയിൽ വന്നിട്ടുള്ള ആളാണ്. ധാരാളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ്. 45ഓളം ക്ഷേത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ശിവക്ഷേത്രവും ദേവീക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവുമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ കൃതികൾ മുനിചര്യ പഞ്ചകമാവട്ടെ, അതല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാരതീയ സന്യാസ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും വർണ്ണിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ഉള്ളത്. അദ്ദേഹത്തിന്റെ ആദർശം, അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ഏറ്റവും അവസാനം നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി സമ്മേളനത്തിലെ പ്രഖ്യാപനമാണ്. അവിടെ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ അവസാനത്തെ പ്രഭാഷണം നടക്കുന്നത്. അവിടെ വലിയൊരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അവസാനത്തെ പ്രഖ്യാപനം കൊണ്ട്. ആ പ്രഖ്യാപനത്തിൽ 1927 നടന്നിട്ടുള്ള പള്ളാത്തുരുത്തി പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന നമ്മുടെ ആശയത്തെ നയിക്കാൻ ഏറ്റവും ശരിയായിട്ടുള്ള പദ്ധതി സനാതന ധർമ്മമാകുന്നു. അതുകൊണ്ട് സനാതന ധർമ്മത്തെ നാം മുറുകെ പിടിക്കുക എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അങ്ങനെ സനാതന ധർമ്മത്തിന്റെ പ്രചാരകനായിരുന്ന, ഭാരതീയ ആധ്യാത്മിക പൈതൃകത്തിന്റെ ഒരു പതാകവാഹകനായിരുന്ന, അദ്വൈത ദർശനത്തിന്റെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ വളരെ ബോധപൂർവം ഹൈന്ദവ ധർമ്മത്തിനെതിരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഗുരുദേവന്റെ കൃതികളിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. കാരണം വിവിധ ജാതി വിഭാഗങ്ങൾ അത് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലവ് ജിഹാദ്, അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ പല കാര്യങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ മുൻകൂട്ടി അറിഞ്ഞ ഒരാളാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ പ്രസക്തമാവുകയല്ലേ ചെയ്യുന്നത് ശ്രീ കാബ സുരേന്ദ്രൻ? അതെ, ഞാൻ ആ വാക്കിനെ ഒന്നുകൂടി സൂക്ഷിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. ഇപ്പോൾ പ്രസക്തമാകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അപകടവും പതിയിരിക്കുന്നുണ്ട്. നമ്മൾ ഗുരുദർശനത്തിൽ നിന്ന് പിന്നോട്ട് പോയി, അതിൻ്റെ അർത്ഥം പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഗുരുദർശനത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ജീവിതക്രമം കേരളത്തിൽ ചിട്ടപ്പെടുത്താൻ, ഭാരതത്തിൽ, ലോകത്തിൽ എല്ലാ കാലത്തും എല്ലായിടത്തേക്കും ആവശ്യമുള്ളത് ചിട്ടപ്പെടുത്താൻ ഈ ഗുരുദർശനം കൂടുതൽ
പ്രസക്തമായി വരേണ്ടതുണ്ട്, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ഉപരിപ്ലവമായ എന്തെങ്കിലും ചിലത് പറഞ്ഞ് നമ്മുടെ ചില രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ചില ആൾക്കാരോ ഉപരിപ്ലവമായതല്ല പറയേണ്ടത്. ഗുരുദേവ ദർശനം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി. അഴീക്കോട് മാഷ് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുള്ളത് ഗുരുദേവൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗുരുദേവൻ ജീവിച്ചിരുന്ന ഗുരുദേവൻ ഇന്നതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരു മതവിരുദ്ധനായിരുന്നു, ദൈവവിരുദ്ധനായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് അഴീക്കോട് മാഷ് പറഞ്ഞത് ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക, ജീവിച്ചിരിക്കുക. ആ സാധനങ്ങൾ സജീവമായി നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പം മനുഷ്യ വികാസത്തിന് അതാണല്ലോ സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണല്ലോ ഈ ദർശനം എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യന് നിലനിൽക്കാനും ജീവിക്കാനും മതം ആവശ്യമാണ്. ഗുരു മതവിരുദ്ധത പറഞ്ഞിട്ടില്ല. രണ്ടാമത് മതം പ്രാഥമികമാണ്, മതത്തിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്, അത് ധർമ്മമാണ്. മതം ധാർമ്മികതയിലേക്ക് വികസിക്കേണ്ടതുണ്ട്. അങ്ങനെ വികസിക്കുന്നില്ലെങ്കിൽ മതം ഏറ്റവും വലിയ അപകടകാരിയും ലോകത്തിന് ദോഷം ചെയ്യുന്നതുമായി മാറും. മതം ധാർമ്മികതയിലേക്ക് വികസിക്കുന്നില്ലെങ്കിൽ അവിടെയും ഗുരു അവസാനിപ്പിക്കുന്നില്ല. ആ ധാർമ്മികത എന്ന് പറയുന്നത് ആത്മീയതയിലേക്ക് പൂർണ്ണത തേടേണ്ടതുണ്ട്. അതായത് മതത്തിൽ തുടങ്ങി ധാർമ്മികതയിലൂടെ വളർന്ന് ആധ്യാത്മികതയിൽ എത്തിച്ചേരുന്ന ഒരു വികാസ പരിണാമ പ്രക്രിയയാണ് അദ്വൈത ദർശനം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഋഷിമാർ പ്രഖ്യാപിച്ചത്. അതിനെ കാലാനുസൃതമായി വ്യാഖ്യാനിക്കുകയും ഇന്നത്തെ ജനങ്ങൾക്ക് അത് പ്രായോഗികമാക്കാൻ കഴിയുന്ന തരത്തിൽ അവതരിപ്പിക്കുകയുമായിരുന്നു ഗുരുദേവൻ ചെയ്തത്. അതുകൊണ്ടാണ് ഗുരുദേവ ദർശനത്തിന് പ്രസക്തി എന്ന് പറയുന്നത്. അഥവാ ഇന്ന് പ്രസക്തി കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ കാലാനുകൂലമായ വ്യാഖ്യാനത്തിന് പ്രസക്തി വർദ്ധിച്ചു എന്ന് നമ്മൾ വിശദീകരിച്ച് വായിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായകന്മാർ പറയുന്നത് പോലെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഗുരുദേവൻ്റെ ആമൂലാഗ്രമുള്ള പ്രവർത്തനത്തെ തുടക്കം തൊട്ട് ഇപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഒരു നിർണായകമായ തുടക്കം എന്ന് പറയുന്നത്. ആ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ പലതരത്തിലും പലയിടങ്ങളിലും മുമ്പേ സൂചിപ്പിച്ചതുപോലെ ശംഖു സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ക്ഷേത്രപ്രതിഷ്ഠകൾ നടന്നു. അതിനിടയിൽ നടന്ന മറ്റൊന്നാണല്ലോ വർക്കല ശിവഗിരിയിൽ നടന്ന പ്രതിഷ്ഠ. അതിലെ ശാരദാ പ്രതിഷ്ഠയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ശിവഗിരി മഠമാണ് സ്ഥാപിച്ചത്. അവിടെ ശിവക്ഷേത്രവും ശാരദാ മഠവും ഒക്കെയുള്ളപ്പോൾ തന്നെ ശിവഗിരി മഠം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രപ്രതിഷ്ഠയും ആ മുമ്പേ പറഞ്ഞ ധാർമ്മികതയെ ആധ്യാത്മികതയെ പരിശീലിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന മഠം സ്ഥാപിക്കുന്നു. പിന്നീട് അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. അപ്പോൾ ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ മഠത്തിൻ്റെ സ്ഥാപനത്തിലൂടെ അദ്വൈത ആശ്രമത്തിലേക്കുള്ള ഒരു വികാസ പരിണാമവും കാണിക്കുന്നുണ്ട്. മറ്റൊന്നുകൂടി ഞാൻ സാന്ദർഭികമായി പ്രത്യേകം എടുത്തു പറയണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ഗുരുദേവൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മുടെ ആധുനിക കപടബുദ്ധിജീവികൾ പറയാറുള്ളൊരു വാക്യമുണ്ട്. അദ്ദേഹം ആദ്യമൊക്കെ ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ നടത്തി, പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയിലെത്തി എന്നൊക്കെ ഒരു വ്യാഖ്യാനം, അത് ദുർവ്യാഖ്യാനമാണ് എന്ന് സത്യസന്ധമായി ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. കാരണം ഗുരുദേവൻ ആദ്യവും അവസാനവും ക്ഷേത്രപ്രതിഷ്ഠ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇപ്പോൾ കളവങ്കോടത്താണല്ലോ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കളവങ്കോടത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ടല്ല, ചേർത്തലയ്ക്ക് അടുത്തുള്ള അതിനുവേണ്ടിയല്ല ഗുരുദേവൻ ചേർത്തലയിൽ പോയത്. കളവങ്കോടത്ത് പോയത് ശക്തീശ്വര പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ്, ശിവപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ് കളവങ്കോടത്ത് പോയത്. അവിടെ ഉണ്ടായ ചില തർക്കങ്ങൾ, ഒരു KC കുട്ടൻ എന്ന് പറയുന്ന ഒരാള് സഹോദരൻ അയ്യപ്പൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ യുക്തിവാദികളെ കൊണ്ടുവന്ന് ഇവിടെ കല്ല് പ്രതിഷ്ഠിക്കാൻ അനുവദിക്കില്ല എന്ന് ശണ്ട കൂടുകയും ആ ശണ്ടയെ പരിഹരിക്കുവാൻ വേണ്ടി ഗുരുദേവൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു കണ്ണാടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയും അതിൻ്റെ മുകളിലെ രസം ചുരണ്ടിക്കളഞ്ഞ് ഓം ശാന്തി, അതിൽ ഓം എന്ന് വരച്ചപ്പം രസം ചുരണ്ടി അടുത്ത് ഓമിൻ്റെ ദീർഘമില്ല, ഓം ശാന്തി എന്നേ ഉള്ളൂ. അങ്ങനെ എഴുതിയിട്ട് ആ കണ്ണാടി പ്രതിഷ്ഠിക്കുകയും ബോധാനന്ദ സ്വാമികളെ കൊണ്ട് ശക്തീശ്വര പ്രതിഷ്ഠ നടത്തിക്കുകയും ചെയ്തു. അത് ഇതാരെങ്കിലും പറയാറുണ്ടോ? കണ്ണാടി പ്രതിഷ്ഠയെക്കുറിച്ച് വിശദീകരിക്കുന്ന ആരെങ്കിലും അവിടെ ശക്തീശ്വര പ്രതിഷ്ഠയ്ക്കാണ് ഗുരുദേവൻ പോയത് എന്ന ചരിത്രം ആരും പറയുന്നില്ല. ഒന്ന്, അവസാന പ്രതിഷ്ഠ കളവങ്കോടം പ്രതിഷ്ഠയല്ല, ഏറ്റവും ഒടുവിൽ പ്രതിഷ്ഠിച്ചത് അതിന് തൊട്ടടുത്ത് തന്നെ വൈക്കത്തിനടുത്ത് ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്തെ പ്രതിഷ്ഠയാണ്. ആ ഉല്ലലയിൽ ഓംകാരേശ്വര പ്രതിഷ്ഠയാണ് നടത്തിയത്. ഓം
എന്ന പ്രതിഷ്ഠയാണ് ഉല്ലലയിൽ ഉള്ളത്. അതായത് ഓമിൽ എല്ലാം അവസാനിപ്പിക്കുകയാണ്, എല്ലാം അടങ്ങുന്നത് ഓമിലാണ്. ദൈവ ആത്മോപദേശ ശതകം അവസാനിക്കുന്നതും ഓം എന്ന മന്ത്രത്തിൻ്റെ പ്രസക്തി, അതിൽ ആണ് എല്ലാം അടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മോപദേശ ശതകം അവസാനിക്കുന്നത് പോലും. ഇപ്പം ഗുരുദേവൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകൾ, കൃതികൾ ഒക്കെ എടുത്താൽ ഈ ദർശന വൈവിധ്യത്തെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാരൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭക്തിയുടെ ഒരു ദർശനം, അതിനപ്പുറത്തേക്ക് സാധകന് വേണ്ട സാധനാപരമായ ഒരു കാര്യം, അതിനപ്പുറത്തേക്ക് വേണ്ട സന്യാസിക്ക് വേണ്ട സർവസംഘ പരിത്യാഗ മനോഭാവം, അദ്വൈത ദർശനത്തിലേക്ക് ഉയരുന്ന ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടിയുള്ള ദാർശനിക കൃതികൾ, ഇതെല്ലാം സമഗ്രമായി എടുത്തു വെക്കാതെ ഏതെങ്കിലും ഒരു വാക്യം അടർത്തിയെടുത്ത് ഗുരുദേവൻ ഋഷിയല്ല, ഗുരുദേവൻ സന്യാസിയല്ല, ഗുരുദേവൻ വേറെ എന്തോ ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഈ കപടബുദ്ധിജീവികളിൽ നിന്ന് ഗുരുദേവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധർമ്മം. നമ്മൾ ചെയ്യാനുള്ളത് ആധുനിക ഗുരുദേവനെ ആരാധിക്കുന്ന പോരാ, പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, ഗുരുദേവ ദർശനത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, അനുസന്ധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഗുരുദേവ ദർശനങ്ങളെ പഠിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതവും കൃതികളും പ്രവർത്തനങ്ങളും സമഗ്രമായി പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. രണ്ടാമത്, ആ ദർശനത്തെ പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക. അപ്പോഴാണ് മുമ്പേ അങ്ങ് ചോദിച്ചതുപോലെ ഗുരുദേവ ദർശനത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചില്ലേ, ഈ പ്രസക്തി എന്ന് പറയുന്നത് ഇത് നിരന്തരം പഠിപ്പിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചു, അടുത്ത തലമുറയ്ക്ക് കിട്ടണ്ടേ ഇത്? അപ്പോൾ ഓരോ തലമുറയ്ക്കും ഇത് കിട്ടേണ്ടതുണ്ട്, എല്ലാ തലമുറയിലും കിട്ടേണ്ടതുണ്ട്. ഈ ദർശനം, അദ്വൈത ദർശനം എന്ന് പറയുന്നത് താൽക്കാലികമല്ല. ശങ്കരൻ്റെ മതം തന്നെ നമ്മുടെ മതം എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചത് എന്തിനാ? മതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സങ്കുചിതമായ അർത്ഥത്തിലല്ല. അദ്വൈത ദർശനം എന്ന വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഭാവി ലോകത്തിൻ്റെ മതം അദ്വൈതമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവി ലോകത്തിൻ്റെ മതം, ആ അദ്വൈത ദർശനത്തിനെയാണ് ഋഷിമാർ പറഞ്ഞ, ഉപനിഷത്തുക്കൾ പ്രഖ്യാപിച്ച, ഭഗവത്ഗീത പ്രചരിപ്പിച്ച അദ്വൈത ദർശനം, ശങ്കരാചാര്യർ വീണ്ടും എടുത്ത് അത് വിതരണം ചെയ്ത അദ്വൈത ദർശനം, ഗുരുദേവൻ കാലാനുസൃതമായി വ്യാഖ്യാനിച്ച അദ്വൈത ദർശനം, ഭാവി ലോകത്തിൽ മതസംഘർഷമില്ലാതിരിക്കണമെങ്കിൽ, മതവിദ്വേഷമില്ലാതെ എല്ലാ മതങ്ങളും പുലരട്ടെ, ഒരു പൂങ്കാവനം പോലെ, പൂന്തോട്ടം പോലെ അല്ല. പൂന്തോട്ടം എന്ന് പറഞ്ഞെന്നാൽ വെട്ടി ഒരുക്കി സൗന്ദര്യവൽക്കരണം നടത്തി കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് പൂന്തോട്ടം. പൂങ്കാവനം എന്ന് പറഞ്ഞെന്നാൽ സ്വതവേ വളർന്നു വരുന്ന പൂച്ചെടികൾ, പല നിറം, പല സൗരഭ്യം, പല വലുപ്പം ഒക്കെയുള്ള ആ പൂങ്കാവനമായി ലോകത്തിലെ മതരംഗം മാറണമെങ്കിൽ മതവിദ്വേഷമില്ലാത്ത, മതദ്വേഷം അവിടെ അരുവിപ്പുറത്ത് എഴുതി വെച്ചതല്ലേ, ജാതിഭേദം മതദ്വേഷം, ആ മതദ്വേഷം ഇല്ലാത്തൊരു ലോകം ഉണ്ടാകണമെങ്കിൽ ഗുരുദേവൻ പുനഃപ്രഖ്യാപനം ചെയ്ത ഈ ദർശനത്തെ ലോകത്തിൽ വിതരണം ചെയ്യേണ്ടി വരും. അങ്ങനെ ലോകത്തിന് വിതരണം ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുക്കലാണ് ഗുരുവിനെ ആരാധിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്, ഗുരുവിനെ പിന്തുടരുന്നവരെല്ലാവരും ചെയ്യേണ്ടത്. ഗുരുവിനെ ആദരിക്കുന്നു, ഗുരുദേവ ദർശനത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള എല്ലാവരും ചെയ്യേണ്ടത് കൃത്രിമമായ അവതരണമല്ല. മതമഹാസമ്മേളനത്തിൻ്റെ ശതാബ്ദിയിൽ ഗുരുദേവ ദർശനത്തിൻ്റെ ഈ പ്രത്യേക പ്രസക്തിയെ ലോകത്തിലേക്ക് വിളിച്ചു പറയേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ശങ്കുട്ടിദാസിലേക്ക് പോവുകയാണ്. ശങ്കുട്ടിദാസ്, ഈ അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന് പണ്ടേ പ്രവചിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും വാക്കുകളും ഒക്കെ തന്നെ പണ്ട് പേടിച്ചിരുന്നത് ജന്മിത്വവാദികളാണ്. പക്ഷേ ഇപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അവരാണ് ഈ ഒരു പേടി ഉണ്ടാക്കി എടുക്കുന്നതും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന ആ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും കൂടി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. നോക്കൂ, ശ്രീനാരായണ ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്ന ആധ്യാത്മികവാദികൾക്കിടയിൽ, ആത്മീയവാദികൾക്കിടയിൽ, സന്യാസിമാർക്കിടയിൽ തന്നെ ഗുരുദേവനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിന്റെ ആത്മീയതയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ സാമാജിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുന്ന ആളാണ്. ഞാനെന്നുള്ള ഭാവം പോലും
ഗീതയിൽ പറയുന്ന പോലെ കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസമാണ് ഞാൻ എന്നുള്ള ബോധം, മമതാ ബോധം, അത് മുഴുവൻ ഉപേക്ഷിക്കണം. അവനവന് പോലും പിണ്ഡം വെച്ചിട്ടാണല്ലോ. അപ്പൊ ബാക്കിയുള്ള ഒന്നിനോട് ഒരു മമത പുലർത്താണ്ട് എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്നതാണ് സാധാരണ നമ്മൾ സന്യാസിമാരിൽ കണ്ടുവരുന്നത്. എന്നാൽ വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള ആളുകൾ ഈ ദർശനത്തെ എതിർക്കുകയും അവനവന്റെ മോക്ഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കായിട്ട് ചെയ്യുന്ന സേവയിലൂടെ വേണം, അല്ലാണ്ട് എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് മാറി നിൽക്കേണ്ടവനല്ല സന്യാസി എന്ന് പറയുന്നുണ്ട്. ആത്മാനാം മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച, ജഗത്തിന്റെ ഹിതത്തിലൂടെ അവനവന്റെ മോക്ഷം എന്നുള്ള സന്ദേശമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു ദർശനത്തെ വളരെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സമാജത്തിനോടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തെ നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാൻ സന്യാസിയാണ്, ഞാൻ എന്റെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരുടെ പീഡയോ സന്തോഷമോ അവരുടെ സുഖമോ ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു ശക്തമായിട്ടുള്ള സമാജത്തെ കെട്ടിപ്പടുക്കേണ്ട ബാധ്യതയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവന്റെ ദർശനങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആധ്യാത്മികത മാത്രമല്ല ഉള്ളത്, ഒരു ശക്തിമത്തായിട്ടുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടതായിട്ടുള്ള ദർശനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ വ്യവസായം കൊണ്ട് ധനികരാവാൻ പറയുന്നത്. ഗുരുദേവൻ ഈ പറയുന്ന വ്യവസായ സമ്മേളനം പോലും വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. 1924 തോന്നുന്നു ആദ്യമായിട്ടൊരു വ്യവസായ സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. അതേപോലെ തന്നെ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കണം, ഒരു രാഷ്ട്രീയ ബോധമുള്ള സമൂഹത്തെ, അവനവന്റെ നന്മയെ കരുതിയിട്ട് ഒരു മെച്ചപ്പെട്ട നല്ല നാളെയെ ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനൊക്കെയുള്ള ശ്രമം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ആശയങ്ങളെ ഒന്നും തകർത്തുകൊണ്ടോ എതിർത്തുകൊണ്ടോ അല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ വിപ്ലവം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിത സങ്കല്പത്തിൽ നിന്ന് ഭാരതീയ ദർശനം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ, സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൽ, ഈ പറയുന്ന ഈ ഇടതുപക്ഷ ലോക വീക്ഷണത്തിൽ വ്യക്തി ഈ സമാജത്തിൽ നിന്ന് വിഭിന്നനായിട്ട് ഒരാളായി നിൽക്കുകയാണ്. അയാൾക്ക് അവിടെ ഒരു പരിണാമം കൊണ്ടുവരാൻ, ഒരു പരിവർത്തനം കൊണ്ടുവരാൻ അയാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ല. അയാൾ നന്നാവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. സമൂഹം മുഴുവൻ നന്നാവണം. നിങ്ങൾ ഏത് വിപ്ലവകാരിനെയും കേട്ടു നോക്കൂ, എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ മാറണം, സമൂഹം മൊത്തം മാറണം, ആളുകളുടെ മനസ്ഥിതി മൊത്തം മാറണം, അവനവനായിട്ടൊന്നും ചെയ്യാനില്ല. നേരെ തിരിച്ച് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ദർശനത്തിൽ സമൂഹം മുഴുവൻ മാറുക എന്നുള്ളതല്ല, അവനവൻ മാറുക എന്നുള്ളതാണ്. അവനവന്റെ ആത്മമായിട്ടുള്ള പരിണാമത്തിലൂടെ സാമാജിക പരിണാമം എന്നുള്ളതാണ്. അവിടെ വ്യക്തിയുടെ മേലെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ ആ രീതിയിൽ സമാജത്തിന്റെ ഒരു ഭാഗമായി തന്നെ കണ്ടിട്ടുള്ള ആളാണ്. ഇതിനെ തകർക്കണമെന്നോ ഇതിനെ എതിർക്കണമെന്നോ ഇത് വിതറവേ ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. അതുകൊണ്ട് ഇതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ കരുത്ത് പിടിപ്പിക്കാനാണ്. ഹിന്ദു സമാജം, ഹൈന്ദവ സമൂഹം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ ധർമ്മത്തെ ഉദ്ധാരണം ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും വേണ്ടി അവതരിച്ചിട്ടുള്ള അവതാര പുരുഷൻ തന്നെയാണ്. നോക്കൂ, ആ സമയത്ത് ഈ പറയുന്ന ജാതീയതയുടെയും മറ്റും പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങളും സംഘർഷങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം, ദളിത് സമൂഹത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ഹിന്ദുധർമ്മം ഉപേക്ഷിച്ച് ബുദ്ധധർമ്മം സ്വീകരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അതേ സമയത്ത് കേരളത്തിലെ ഈഴവ സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധമതത്തിലേക്ക് മതം മാറണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. ടി.കെ. മാധവനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ അങ്ങനെ ഒരു വലിയ സംഘർഷത്തിന്റെ കാലത്ത് ഇത് യഥാർത്ഥത്തിൽ ഹൈന്ദവ ദർശനത്തിന്റെ ഭാഗമല്ല. ഈ ജാതീയതയോ ഉച്ചനീചത്വമോ ഈ തൊട്ടുതൂടായ്മയൊന്നും, ഇത് സാമൂഹികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ദുരാചാരങ്ങളാണ്. ഈ ദർശനത്തിന്റെ അടിത്തറ എവിടെയും ഇത്തരത്തിലുള്ള ജാതീയതയെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചു പോവല്ല, ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ ശരിപ്പെടുത്തലാണ്, ഇതിനെ ശരിയാക്കി എടുക്കലാണ് നവോത്ഥാനം എന്നുള്ള ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വലിയ വെല്ലുവിളിയുള്ള കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വെച്ചിട്ടുള്ള ആളാണ്. ആ രീതിയിലുള്ള സാമാജിക പരിണാമത്തിന്റെ വലിയ ലക്ഷ്യങ്ങൾ അദ്ദേഹം പേറിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഗുരുദേവനെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ന് ഈ കെട്ടുറപ്പുള്ള ഒരു ഹിന്ദു സമൂഹം ഉണ്ടാകില്ലായിരുന്നു. അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള ശത്രുത അവർക്ക് ഗുരുദേവനോടുണ്ട്. അതുകൊണ്ടാണ് EMS പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ദാമോദരനെ പോലെയുള്ള ആളുകൾ ഗുരുദേവനെ ബൂർഷ്വാ സന്യാസി എന്ന് വിളിക്കുന്നത്. അതാണ് പറയുന്നതും. ഈ നാട് മൊത്തം ഈ ഒരു സന്യാസിയായ ഗുരുവര്യൻ ക്ഷേത്രങ്ങൾ പണിയുകയാണ് ചെയ്തത്. 80-ലധികം ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരുമായിട്ട് ചേർന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ കാലമൊന്നുമല്ല. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കി, ഈ അടുത്ത കാലത്തല്ലേ ഗുരുദേവനെ കുരിശിൽ തറച്ചത്, ഗുരുദേവ പ്രതിമ തകർത്തത്, ഗുരുദേവനെ കയറുകെട്ടി വലിച്ചത്. ഇതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഹൈന്ദവ ഐക്യമുണ്ട്, ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ ഏകീകരണമുണ്ട്. ആ ഏകീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബമായിട്ടും കേന്ദ്രമായിട്ടും ശക്തി സ്രോതസ്സായിട്ടും വർത്തിക്കുന്നത് ഗുരുദേവനെ പോലെയുള്ള ആളുകളാണ്. ഗുരുദേവന്റെ ദർശനം ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഹൈന്ദവ സമാജത്തിനുള്ളിൽ ജാതീയത പറഞ്ഞിട്ടോ പരസ്പര വിദ്വേഷം പറഞ്ഞിട്ടോ അവരെ ഭിന്നിപ്പിക്കാനോ
അവരെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കാനും സാധിക്കില്ല. എത്ര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞാലും ഗുരുദേവനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സമാജത്തിന്റെ ശക്തി എന്താണ്, കരുത്ത് എന്താണെന്നുള്ള ഒരു ആത്മബോധം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ഗുരുദേവനെ തകർക്കാൻ ശ്രമിച്ചു നോക്കി, ഗുരുദേവനെ നിഷേധിക്കാൻ ശ്രമിച്ചു നോക്കി, അത് വിജയിക്കുന്നില്ല. ഇപ്പൊ ഇവർ ചെയ്യുന്ന ഗുരുദേവനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ എടുത്തു മാറ്റിയിട്ട് ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഗുരുദേവൻ പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന വ്യാജേന സ്വന്തം ദർശനങ്ങളെ ഗുരുവിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുകമ്പാ ദശകത്തെ എടുത്തുകൊണ്ട് ബീഫെസ്റ്റിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഗുരുദേവന്റെ പ്രധാനപ്പെട്ട പ്രചാരകന്മാരായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം ആദ്യം പറഞ്ഞതുപോലെ ഗുരുദേവന്റെ മൗലികമായിട്ടുള്ള കൃതികളിലൂടെ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗുരുദേവനെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഈ ധർമ്മം വലിയ വെല്ലുവിളി നേരിട്ട സമയത്ത് അതിനെ സംരക്ഷിച്ചത് ഇതുപോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാർ തന്നെയാണ്. കേരളത്തിലുള്ള ഈ വലിയ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം അടിസ്ഥാനപരമായി ഹൈന്ദവ നവോത്ഥാനം മാത്രമാണ്. വേറെ ഏതെങ്കിലും സമൂഹങ്ങൾക്കുള്ളിൽ അങ്ങനെയുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നവോത്ഥാനം ഉണ്ടായിട്ടില്ല. അവിടെ എത്ര കാലം പഴക്കമുള്ള എല്ലാ പ്രാക്ടീസസും അതേപോലെ തന്നെ അതിൽ റിഗ്രസീവ് ആണെന്ന് പറയുന്ന, പിന്തിരിപ്പനാണെന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പോലും കാലം കൊണ്ട് മാറിയിട്ടില്ല. എല്ലാ പ്രാക്ടീസുകളും അതേപോലെ നിലനിൽക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ അങ്ങനെയുള്ള വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളെല്ലാം നടന്നത് ഹൈന്ദവ സമാജത്തിനുള്ളിലാണ്. ഈ സമാജത്തിനുള്ളിലെ പരിവർത്തനങ്ങളെ മുഴുവൻ നയിച്ചത് ഗുരുദേവനെ പോലെയുള്ള, അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള, ശുഭാനന്ദ ഗുരുദേവനെ പോലെയുള്ള, തൈക്കാട്ടയ്യാവിനെ പോലെയുള്ള, അയ്യാവൈകുണ്ഠ സ്വാമികളെ പോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാരാണ്, ആത്മീയ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരോടെല്ലാം ഇവർക്ക് തീർത്താൽ തീരാത്ത വിരോധവും വെറുപ്പും ഉണ്ട്. അത് നേരിട്ട് കാണിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് അവർ എത്തിപ്പോയി. അതുകൊണ്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടി വന്നു എന്നത് തന്നെ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെയൊക്കെ ദർശനങ്ങളുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഒരു 50 കൊല്ലം മുമ്പ് ഗുരുദേവനെ പരസ്യമായിട്ട് എതിർത്തിരുന്ന ആളുകൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുദേവന്റെ ആശയത്തെ പിന്തുടരുന്ന സമൂഹം കൂടുതൽ ശക്തിമത്തായിട്ടുള്ള ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. ഒരു ഐക്യം നമുക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരതിനെ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുള്ള കാലം കൊണ്ട് കൂടുതൽ കരുത്ത് ആർജിക്കുക മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നിഷേധികളെ കൂടി കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന മട്ടിലേക്ക് ഈ സമാജത്തിന്റെ ഈ സമൂഹത്തിന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിക്കുകയും ആ ചൈതന്യത്തിന്റെ ഒരു നേതൃസ്ഥാനത്ത് എല്ലാ കാലത്തും ഗുരുദേവനെ പോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാരുണ്ടാവുകയും ചെയ്യും. ശരി, ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞിടത്ത് നിന്ന് ഞാൻ നേരെ ശ്രീ കാബാ സുരേന്ദ്രനിലേക്ക് പോവുകയാണ്. ഭയക്കുന്നുണ്ടല്ലേ ആരൊക്കെയോ? ഭയം, അതായത് ഒരു ഐക്യം, ഒരു ഒരുമിച്ച് അണിനിരക്കൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഗുരുദേവനെ ഭിന്നതയുടെ പ്രതിബിംബമാക്കാൻ ചിലർ ശ്രമിക്കുന്നു. നമ്പൂരി മുതൽ നായാടി വരെ ഒരുമിച്ച് അണിനിരക്കണമെന്ന് ചിലർ പറയുമ്പോൾ പെട്ടെന്ന് ചാടി വീഴുകയാണ്. ശങ്കുട്ടിദാസ് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ട് ഇത് ചോദിക്കേണ്ടത്. ഗുരുദേവനെയും ആ ദർശനങ്ങളെയും ഭയക്കുന്നു അല്ലെ ഇന്ന് ചിലരെങ്കിലും? ശ്രീ കാബാ സുരേന്ദ്രൻ. അത് തന്നെയാണ് ചേരുന്ന വാക്ക്. കാരണം ഗുരുവിനെ ഭയക്കുന്നു. ഗുരുദേവ ദർശനം നിലനിന്നാൽ, ഗുരുദേവ ദർശനം പ്രചരിച്ചാൽ, ഗുരുവിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിലെ സർവ്വസാധാരണക്കാരറിഞ്ഞാൽ ഈ കേരളത്തിൽ വിശേഷിച്ചും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ കഴിയില്ല. അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമായിരുന്ന ഒരു വലിയ ജനതയെ, ഹൈന്ദവ സമൂഹത്തെ, അതിൽ വീഴാതെ കൈപിടിച്ച് കരകയറ്റിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. മതപരിവർത്തനത്തിന് വേണ്ടി ചുറ്റിനും നിൽക്കുകയും ഒക്കെ ചെയ്ത വേളയിലാണ് ഇത് ചെയ്തത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ അപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ മതപരിവർത്തനം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബൗദ്ധമതത്തിലേക്ക് പോലും പോകാൻ പാടില്ല, അങ്ങനെ മതം മാറണമെന്ന് നിർബന്ധമുള്ളവർക്ക് സനാതനധർമ്മത്തെ ഒരു മതമായി കണ്ട് അതിലേക്ക് മാറുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ ഗുരു എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധപൂർവം പിടിച്ചു നിർത്തിയത്? ഈ സമൂഹത്തിനെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുന്ന ദർശനത്തിൻ്റെ ബലത്തിലാണ് പിടിച്ചു നിർത്തിയത്. അതിൻ്റെ അർത്ഥം ഈ ദർശനത്തിന് ഈ പറയുന്നവരെല്ലാം ഭയപ്പെടുന്നു, സത്യത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഗുരുദേവൻ സമം സത്യം, ഗുരുദേവ ദർശനം സമം സത്യത്തിൻ്റെ ദർശനം. ആ സത്യത്തെ ഭയപ്പെടുന്നവർ എപ്പോഴും ഗുരുവിനെ ഭയപ്പെടും. അതുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് ഗുരുവിനെ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ ഈ ദർശനം നിലനിന്നാൽ ഒരിക്കലും വിഭജനം സാധ്യമല്ല, ഒരിക്കലും ചൂഷണം സാധ്യമല്ല. എന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ ഈ സമഗ്ര ജീവിത ദർശനമാണല്ലോ. ശങ്കു അത് സൂചിപ്പിച്ചു, കുറെ വിശദീകരിക്കുകയും ചെയ്തു. സാമൂഹികമായ പരിവർത്തനം, സാമ്പത്തികമായ പരിവർത്തനം, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം, തൊഴിൽ, മതം, ആത്മീയത, ധാർമ്മികത,
എന്നുവേണ്ട സമൂഹ ജീവിതത്തിലെ സർവ്വരംഗങ്ങളെയും പരിവർത്തിപ്പിച്ചയാളാണ് ഗുരുദേവൻ. അത് വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പരിവർത്തനം സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു പരിവർത്തനം നടത്തിയ ആൾ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ദർശനം സജീവമായി നിന്നാൽ, ഈ സത്യം ജനങ്ങൾ അറിഞ്ഞാൽ ജനങ്ങൾ ഗുരുദേവന്റെ പിന്നാലെ പോകും, അഥവാ ഈ ദർശനത്തിൻ്റെ പിന്നാലെ പോകും. ഹൈന്ദവ സമൂഹം ഒട്ടാകെ ജാതി ചിന്തയ്ക്ക് അതീതമായി, ജാതീയമായ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ദർശനം സ്വീകരിക്കുമ്പോൾ, അതിനെ അറിഞ്ഞു ജീവിക്കുമ്പോൾ ചൂഷണം, രാഷ്ട്രീയമായ ചൂഷണമോ മതപരമായ ചൂഷണമോ സാധ്യമല്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഗുരുദേവന്റെ പടം കൊടുത്തിട്ട് ആ അധ്യായത്തിന്, വേറെ 2-3 പേരുടെ പടമുണ്ട്, ശ്രീനാരായണ ഗുരു, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, രാമകൃഷ്ണദേവൻ, ഈ 4 പേരുടെ പടം കൊടുത്തിട്ട് ആ അധ്യായത്തിന്, ഗുരുദേവൻ അടക്കമുള്ള ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ദേശീയതയുടെ വികൃത രൂപം എന്നാണ്. അവരെത്രമാത്രം ഗുരുവിനെ ഭയപ്പെടുന്നു എന്നുള്ളതിന്, എത്രമാത്രം സത്യത്തെ അവർ ഭയന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവുണ്ടോ? ഗുരു ഉയർന്നു നിന്നാൽ, ഗുരുദർശനം സജീവമായി നിന്നാൽ, ആ ഗുരുദർശനത്തിൻ്റെ പിൻബലത്തിൽ ഹൈന്ദവ ജനത മാത്രമല്ല, മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദികളോ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലുമോ ഒക്കെ, ആരൊക്കെയാണോ ഭിന്നത വളർത്താൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നത്, ആരൊക്കെയാണോ വിഘടനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മതവാദികളാണെങ്കിലും ആരാണെങ്കിലും, അവരൊക്കെ പിന്തിരിഞ്ഞ് പരാജയപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരും ഗുരുവിൻ്റെ ഈ വെളിച്ചം കത്തി നിൽക്കുന്ന കാലത്തോളം. അതുകൊണ്ട് ആ വെളിച്ചത്തെ, സൂര്യനെ മറയ്ക്കാൻ, കൈപ്പത്തി കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢികളെ പോലെ ഗുരുദേവ ദർശനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്ന ആധുനിക ചാർവാക ബ്രാഹ്മണരിൽ നിന്നും ഗുരുദേവനെ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, ഗുരുദേവനെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ കപടന്മാരായ ചാർവാക ബ്രാഹ്മണരാണ് ഗുരുവിനെ വികലമാക്കാൻ ശ്രമിക്കുന്നത്, ഗുരുവിനെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം ഞാൻ പറഞ്ഞല്ലോ, ഭയപ്പെടുന്നവർ, നമ്മൾ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, അതായത് ആന, വലിയ കൊമ്പനാന മസ്തകവും ഇളക്കി തുമ്പിക്കൈയും ആട്ടി ചെവിയും ആട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചാവാലി നായ്ക്കൾ അരികിൽ നിന്ന് പെരുവഴിയുടെ വശങ്ങളിൽ നിന്ന് കുരയ്ക്കും, ആന അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ ഈ മഹത്തായ ഗുരു ദർശനം അങ്ങനെ ലോകത്തിൻ്റെ മുൻപോട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഗുരുദർശനത്തിൻ്റെ ഈ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. വെളിച്ചത്തെ ഭയപ്പെടുന്ന കുറുനരികൾ, വെളിച്ചത്തെ ഭയപ്പെടുന്ന ശൃഗാലക്കൂട്ടങ്ങൾ ഗുരുവിനെ കണ്ട് പാർശ്വങ്ങളിൽ നിന്ന് കുരയ്ക്കുകയോ കടിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ മുമ്പേ ശംഖു സൂചിപ്പിച്ചത്. അതിന് ശ്രമിച്ചത് വിജയിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഗുരു അങ്ങനെയല്ല ജീവിച്ചതെന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊച്ചു വർത്തമാനം പറഞ്ഞ് ഗുരുവിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ വികലമായ പ്രഖ്യാപനങ്ങൾക്കൊക്കെ അപ്പുറം ഗുരു ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാണ്. സൂര്യനെ പോലെ, മധ്യാഹ്ന സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവും ഗുരുദർശനവും അത് കേരളത്തെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കേരളത്തിലൊരു പുതിയ ജീവിതം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഗുരുദേവനിലേക്ക് തിരിച്ചു പോകുക. അതിന് പുരോഗമനവാദികൾ എന്ന് പറയുന്ന കപട സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത് പുനരുദ്ധാനം എന്നാണ്, പിന്തിരിഞ്ഞു പോവുക എന്നാണല്ല. സത്യത്തിലേക്കുള്ള പിന്തിരിയലാണത്, ദർശനത്തിലേക്കുള്ള പിന്തിരിയലാണത്, ഗുരുദേവനിലേക്കുള്ള പിന്തിരിയലാണ്. അതുകൊണ്ട് സർവരംഗങ്ങളിലും ഉള്ളവർ ചെയ്യേണ്ടത് ഗുരുവിലേക്ക് മടങ്ങിപ്പോവുകയാണ് വേണ്ടത്, ഗുരുദർശനത്തിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്, സനാതനധർമ്മത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന അർത്ഥം, ഗുരുദർശനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ ദേശീയ തലത്തിൽ തന്നെ മുന്നണികളുണ്ടായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഗുരുദേവ ദർശനം ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ബുദ്ധിജീവികൾ, കപട സാംസ്കാരിക നായകന്മാർ, മതവാദികൾ, വിഘടനവാദികൾ, തീവ്രവാദികൾ, മതവാദികൾ, ജാതിവാദികൾ, ഇവരൊക്കെ പിന്തിരിഞ്ഞോടേണ്ടി വരും ഗുരുദർശനത്തിൻ്റെ കത്തിക്കാളലിൽ, ഗുരുദർശനത്തിൻ്റെ ഈ
വെള്ളി വെളിച്ചത്തിൽ, സൂര്യ വെളിച്ചത്തിൽ അതെല്ലാം കെട്ടടങ്ങും, കരിഞ്ഞ് ഒടുങ്ങും, എരിഞ്ഞടങ്ങും. അതുകൊണ്ട് ആ ഗുരുദർശനത്തിലേക്ക് മടങ്ങിപ്പോവുക തന്നെയാണ്, സത്യത്തിലേക്ക് കേരളത്തെ മടക്കിക്കൊണ്ടുപോവുകയാണ് ഗുരുദർശനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ചെയ്യേണ്ടത്. സത്യത്തിലേക്ക് മടങ്ങുക. സത്യത്തെ ഭയപ്പെടുന്നവരെ പിന്തിരിഞ്ഞ് പലായനം ചെയ്യിപ്പിക്കാൻ ഗുരുദേവ ദർശനത്തിലോളം പോകുന്ന മറ്റൊന്നുമില്ല. ആ ഗുരുവിലേക്ക് മടങ്ങലാണ് ഈ ജന്മദിനത്തിൽ നമുക്ക് പറയാനുള്ള ഒരു ദർശനം. സത്യത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഒറ്റ കാര്യം കൂടി ശ്രീ കാബ സുരേന്ദ്രൻ, സമയം ധാരാളമായി എന്നറിയാം. ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ ഉത്തരം. ഇന്ന് ഈ പുത്തൻ പുലരി, ഇന്നത്തെ ഈ ഗുരുദേവ സ്മരണ തുടങ്ങിയത് ദൈവദശകം ആലപിച്ചുകൊണ്ടാണ്. ഒരു കൊച്ചുമിടുക്കി ഇപ്പോൾ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന ദൈവദശകം 110 വർഷം മുമ്പ് ആ 10 ശ്ലോകങ്ങളിലുള്ള ദൈവദശകത്തോടെ അല്ലാതെ എങ്ങനെ ശ്രീനാരായണ ഗുരു ജയന്തി ആരംഭിക്കും? പക്ഷേ ഒരു ചോദ്യം അപ്പോഴും അവിടെ കിടക്കുന്നു. ഈ ദൈവദശകം സംസ്ഥാനത്തിൻ്റെ പ്രാർത്ഥനാഗീതമാക്കണമെന്നുള്ളൊരു ആവശ്യം ഇങ്ങനെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ മഠങ്ങൾ കയറി ഇറങ്ങുന്നവർ അധികാര സ്ഥാനത്തിലെത്തുമ്പോൾ ദൈവദശകത്തെ എന്തുകൊണ്ട് ഭയക്കുന്നു? ദൈവദശകത്തെ പ്രാർത്ഥനാഗീതമാക്കിയിട്ട് നിങ്ങൾ ആ മഠത്തിൽ കയറി ഇറങ്ങൂ എന്നവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീ കാബ സുരേന്ദ്രൻ, ഇതുകൂടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടു കൂടി നമുക്ക് ഗുരുവിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സെഗ്മെന്റിലെ അനുസ്മരണം സമാപിക്കാം. അതിൻ്റെ കാരണവും ഉണ്ട്. സത്യത്തിൽ ദൈവദശകം അതിലെ ഈ സനാതനധർമ്മം തന്നെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അത് ശരിക്കും അദ്വൈത ദർശനം തന്നെയാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ദൈവദശകം സർവമതങ്ങൾക്കും സർവ മനുഷ്യർക്കും ചൊല്ലാൻ കഴിയുന്ന ലളിത സുന്ദര പദങ്ങളോട് കൂടിയ ഒരു പ്രാർത്ഥനാഗീതമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ഇൻവെർട്ടഡ് കോമായിൽ അവർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവർ ഭയപ്പെടുന്ന കണ്ടന്റാണ് അതിനുള്ളിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ എല്ലാ മതവാദികൾക്കും മതമില്ലാത്തവർക്കും ഒക്കെ, കാരണം പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ദൈവത്തെ എടുത്തു പറയുന്നില്ലല്ലോ, ഒരു ദേവതയെ എടുത്തു പറയുന്നില്ല. അപ്പോൾ അത് സർവമത പ്രാർത്ഥന ആക്കാവുന്നതാണ് സത്യത്തിൽ. അപ്പോൾ എനിക്കും അതുതന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഗുരുവിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നവർ, ഗുരുദേവനാണ് കേരളത്തിൻ്റെ എല്ലാം എന്ന് പറയുന്നവർ ചെയ്യേണ്ടത് ഇന്ന് അവരുടെ കയ്യിലാണല്ലോ. 1956 മുതൽ 57 മുതൽ ഇപ്പോൾ ഇതാ 2024 പലതവണ അധികാരത്തിലേറിയവരാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഗുരുദേവനോട് അല്പമെങ്കിലും ആദരവുണ്ടെങ്കിൽ, ഗുരുദേവ ദർശനത്തിനോട് അല്പമെങ്കിലും സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവദശകത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമായി പ്രഖ്യാപിക്കുവാൻ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പറ്റുമെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ട് ഗുരുദേവന്റെ ദർശനത്തെക്കുറിച്ചും ഗുരു വർക്കലയിൽ, ശിവഗിരിയിൽ അല്ലെങ്കിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ കാലെടുത്തു വയ്ക്കുന്നതിന് മുൻപ്, ഇന്ന് സുദിനമാണ്, ഗുരുദേവന്റെ ജന്മദിനമാണ്, ഈ സുദിനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിക്കട്ടെ, കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതം ദൈവദശകമായിരിക്കും എന്ന്. എങ്കിൽ അതേറ്റവും വലിയ ഒരു സംഭാവനയായി ഇടതുപക്ഷത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ, കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പോരാ മുഴുവൻ കേരളത്തിൻ്റെയും ഒരു വലിയ ആദരവ് നേടുന്ന സന്ദർഭമായി ഗുരുദേവ ജയന്തിയിൽ ഈ പ്രാർത്ഥനാഗീതം പ്രഖ്യാപിക്കണം എന്ന് ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞാൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. നമസ്കാരം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേരളം ഗുരുദേവനിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി ശ്രീ കാബ സുരേന്ദ്രൻ, ഒപ്പം ശ്രീ ശങ്കുട്ടി ദാസ് ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം ചേർന്നതിന്. എന്ന് മാത്രമല്ല, എന്താണ് ഗുരുദേവ ദർശനമെന്ന്, എന്താണ് ദർശനത്തിൻ്റെ പ്രസക്തി എന്ന്, എന്താണ് ചിലർ അതിനെ ഭയക്കുന്നതെന്ന്, എന്താണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നതിന് നന്ദി. നമസ്തേ. അപ്പോൾ പുത്തൻപുരയിൽ ഒരു ഇടവേളയാണ്. ധാരാളം വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സംവാദം വളരെ ഗംഭീരമായി മുന്നോട്ട് പറയാറുണ്ട്. കാരണം ഈ കമ്മ്യൂണിസം ഇനി മാറുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വെളിച്ചം വീശുമോ എന്നുള്ള ധാരാളം
പ്രതികരണം പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ സമയക്കുറവാണ്. എല്ലാം കാണുന്നുണ്ട്. സ്ഥിരം പ്രേക്ഷകരുണ്ട്. വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം. ഇപ്പം ചെറിയൊരു ഇടവേള. വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകാം. കാര്യം ധാരാളം വാർത്തകൾ വേറെയുമുണ്ട്. കൊൽക്കത്തയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം ഡൽഹിയിലെത്തിയ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരെ കണ്ട് സംസ്ഥാനത്തെ സാഹചര്യം വിശദീകരിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഗൗതം, നമസ്തേ. കുറച്ചധികം നീണ്ടുപോയി ഗൗതമിലേക്ക് വരാൻ, അല്ലെങ്കിൽ അല്പം വൈകിയത്. ഗുരുദേവ സ്മരണയിലായിരുന്നു ഞങ്ങളും പ്രേക്ഷകരും. ഇനി വളരെ പ്രസക്തമാണ് പെട്ടെന്ന് ഒരു കാര്യം. സുപ്രീം കോടതി സ്വമേധയെ ഒരു കേസ് എടുക്കുക എന്നുള്ളത് അത്ര സർവ്വസാധാരണമായ ഒരു കാര്യമല്ല, അല്ലേ ഗൗതം? പ്രതിപിള്ള അത് തന്നെയാണ്. അതായത് സുപ്രീം കോടതി സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ കേസ് എടുക്കാറില്ല. പൊതു താല്പര്യ ഹർജികളും മറ്റ് ഹർജികളും വരുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ കോടതികൾ കയറാറുള്ളത്. എന്നാൽ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ ഗൗരവം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രതിഷേധം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി 2 ദിവസങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊടിയ പീഡനത്തിന്, മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും ഹൈക്കോടതി ഇടപെടൽ മൂലമാണ് ബംഗാൾ പോലീസിൽ നിന്നും ഈ കേസിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBI ഏറ്റെടുത്തത്. ഹൈക്കോടതി അന്ന് സംസ്ഥാന പോലീസിൻ്റെ ഈ വിഷയത്തിലെ മെല്ലെപ്പോക്ക് നയത്തെ വിമർശിക്കുകയും കേസ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം തന്നെ ഈ കൊൽക്കത്തയിൽ യുവ ഡോക്ടർ പീഡനത്തിനിരയായി ബന്ധപ്പെട്ട വിഷയം സ്വമേധയാ കേസെടുക്കുകയും ഇന്നിപ്പോൾ കേസ് പരിഗണിക്കാൻ പോവുകയും ചെയ്യുന്നത്. അതേസമയം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒരുപക്ഷെ പ്രധാനമന്ത്രിയെയും കണ്ട് പശ്ചിമ ബംഗാളിലെ സാഹചര്യങ്ങൾ ധരിപ്പിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി ഗൗതം, തുടർന്നുള്ള മണിക്കൂറിൽ ലൈവ് റിപ്പോർട്ടുമായി അല്പസമയത്തിന് KP സുരേഷ് എത്തും. അതിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. പെട്ടെന്ന് ഒരു ഇടവേള കൂടി. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്, അത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അത് കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ അതിനെ നേരിടുവാൻ വേണ്ടി ഒരു പോംവഴി പോലും കണ്ടെത്താത്ത സാഹചര്യമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിനീഷ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായിട്ട് ചേരുന്നുണ്ട്. വിനീഷ്, ഈ വർഷത്തെ ഓണവും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാട് തന്നെയാണ്. കാരണം ഉത്സവത്തെയും ബോണസും ഒന്നും നൽകാൻ സർക്കാരിന് കഴിയില്ല. ഒപ്പം പെൻഷൻകാരും അതേ അവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത്. ഇതിനൊക്കെയുള്ള ഒരു പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നാണ് സർക്കാർ പറയുന്നത്. ഇനി ട്രഷറി നിയന്ത്രണം കൂടെ കടുപ്പിക്കാൻ പോവുകയാണ്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇനി സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 3700 കോടി രൂപയാണ്. ഓണം എത്തുമ്പോൾ ഓണത്തിന് ഉത്സവ ബത്തയും, ഓണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ബത്തയും ബോണസും നൽകാൻ സംസ്ഥാന സർക്കാരിന് ഏകദേശം 5000 കോടി രൂപയിലധികം വേണ്ടിവരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണത്തെ ഓണത്തിന് ബോണസും ഉത്സവ ബത്തയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ ധനവകുപ്പ് ഇപ്പോൾ രഹസ്യമായെങ്കിലും ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ ട്രഷറികൾക്ക് നിയന്ത്രണം നിലവിലെ സാഹചര്യത്തിലുണ്ട്. 25 ലക്ഷം രൂപ വരെയാണ് പരമാവധി മാറ്റാൻ കഴിയുന്നത്. അതിനെ ചുരുക്കി 5 ലക്ഷം രൂപയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ വലിയ തോതിൽ വിഷമിക്കേണ്ടി വരും. കാരണം അവർക്ക് ഉത്സവ ബത്തയും ബോണസും ഒരുപക്ഷെ ലഭിക്കില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള ഒരു ഒരുക്കവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത്
ായിട്ടില്ല. ഈ പണം കണ്ടെത്താനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ശരി, വിനീഷിലേക്ക് മടങ്ങി വരാം. അല്പസമയത്തിനകം വിനീഷിലേക്ക് മടങ്ങിയെത്താം. കാര്യം ലൈവ് റിപ്പോർട്ട് ഉടൻ തുടങ്ങും. ഈ പറഞ്ഞു വരുന്നത് ഏത് കാലത്തെയാണ് ഈ നവകേരള യാത്ര, ആ യാത്ര, ഈ യാത്ര, ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കോടികൾ ധൂർത്തടിക്കുന്നതിനിടയിലാണ് ശമ്പളവും ബോണസും ഒക്കെ മുടങ്ങും എന്നുള്ള വാർത്ത വരുന്നത്. ആ പെൻഷൻ അടക്കം, സാമൂഹ്യ പെൻഷനും സാധാരണ പെൻഷനും അടക്കം. ഏതായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെ? എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ നേരുന്നു. വരും മണിക്കൂറുകളിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്, തത്സമയ സംപ്രേഷണങ്ങളുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ഒക്കെ തന്നെ നോക്കാം. ഞാൻ പുത്തൻ പുലരി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി. നമസ്തേ.